എല്ലാവർക്കും നമസ്കാരം. കൊറോണയ്ക്കൊക്കെ ശേഷം നമ്മൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു സാക്ഷിയുടെ ഇതുപോലൊരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഇനിയും നമുക്ക് തുടർന്ന് പ്രോഗ്രാമുകൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്താൻ സാധിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിച്ചുകൊണ്ട് ഞാൻ തുടങ്ങുന്നു. ഞാൻ ആദ്യം ചെറുതായിട്ട് എൻ്റെ ഒരു പുസ്തകത്തെ ഒന്ന് പരിചയപ്പെടുത്തണമെന്ന് ഇപ്പം വന്നപ്പോൾ പറഞ്ഞു നമ്മുടെ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഇതായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. അടിമ കേരളത്തിൻ്റെ അദൃശ്യ ചരിത്രം എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. ഇത് DC ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചത്. ഇത് DC ബുക്സിൻ്റെ കഴിഞ്ഞ വർഷം അവരുടെ 47ാമത്തെ വാർഷികമായിരുന്നു അവരുടെ പ്രവർത്തനം തുടങ്ങിയത്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് അവർ 47 പുതിയ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തി ഇറങ്ങിയ ഒരു പുസ്തകമാണ് ഇത്. ഞാൻ എൻ്റെ പഠന കാലയളവിൽ മലയാളത്തിലെ ആനുകാലികങ്ങളായിട്ടുള്ള മാതൃഭൂമിയിലും പച്ചക്കുതിരയിലും ഭാഷാഭൂഷണിയിലും അങ്ങനെ തുടങ്ങിയ ആനുകാലികങ്ങളിൽ എഴുതിയ ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണിത്. അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായി 2 വിഷയങ്ങളാണ് സംസാരിക്കാൻ ശ്രമിച്ചത് ആ പുസ്തകത്തിൽ. ഒന്ന്, കേരളത്തിൽ അദൃശ്യതയിൽ നിൽക്കുന്നത് 2 വിഷയങ്ങളാണ് എന്നുള്ളൊരു ആർഗ്യുമെൻറ്റിലാണ് മുൻപോട്ട് വെക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് അടിമത്തം എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് അധികം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് അദൃശ്യതയിൽ നിൽക്കുന്നു എന്നുള്ളൊരു കാര്യവും. അതോടൊപ്പം തന്നെ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ പങ്ക് എന്തായിരുന്നു, പ്രത്യേകിച്ച് ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കിടയിൽ എങ്ങനെയെല്ലാമാണ് മിഷണറി പ്രവർത്തനങ്ങൾ അവരുടെ പ്രവർത്തനം നടത്തിയത് എന്നുള്ളതും. അങ്ങനെ നമ്മുടെ സാമ്പ്രദായിക ചരിത്രരചനകൾ അങ്ങനെ അധികം സംസാരിക്കുകയോ പഠിക്കുകയോ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ ആ 2 വിഷയങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ ഞാൻ പറയാൻ ശ്രമിച്ചത്. DC ബുക്സിൻ്റെ എല്ലാ സ്റ്റോളുകളിലും അവൈലബിൾ ആണ്. ഇപ്പം 5 പതിപ്പ് ഇതിൻ്റെ പ്രസിദ്ധീകരിക്കണം. 6000 കോപ്പിയോളം വിറ്റഴിയപ്പെടുകയുണ്ട്. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചില്ല ഇത് ആളുകൾ വളരെ വേഗത്തിൽ സ്വീകരിക്കുന്നു. അപ്പം ഇതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. എന്നാൽ ഞാനിവിടെ സംസാരിക്കുന്ന നമ്മുടെ ഇന്നത്തെ സെമിനാറിൻ്റെ ടോപ്പിക്കും ബൈബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ ഒരു ചർച്ച എന്ന രീതിയിൽ മുൻപോട്ട് വെക്കുന്നത് ബൈബിളിൻ്റെ പരിഭാഷയും ബൈബിൾ എന്ന പുസ്തകം കേരളത്തിലേക്ക് വന്നതോടുകൂടി കേരളത്തിൻ്റെ സാമൂഹ്യ പരിവർത്തനത്തിന് എങ്ങനെയെല്ലാമാണ് അത് കാരണമായി തീർന്നത്, കേരളത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, പ്രത്യേകിച്ച് ജാതി വളരെ ശക്തമായി നിലനിന്നിരുന്ന ഈ ഒരു സൊസൈറ്റിയിൽ എന്ത് മാറ്റമാണ് ബൈബിൾ പരിഭാഷയിലൂടെ ഉണ്ടായി വന്നത് എന്നുള്ളതാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിച്ചത്. ബൈബിളിൻ്റെ കണ്ടൻറ്റോ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ പറയുന്ന പുസ്തകങ്ങളോ അതിൻ്റെ ഒരു ഉള്ളിലെ കാര്യങ്ങളല്ല, അത് സാമൂഹ്യ തലത്തിൽ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സാമൂഹ്യ തലത്തിൽ നിർമ്മിച്ച മാറ്റങ്ങളും പുതിയ തലങ്ങളും എന്തായിരുന്നു എന്നുള്ളതാണ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ ഒരു ചരിത്ര വിദ്യാർത്ഥിയാണ്. ചരിത്ര പഠിതാക്കൾക്കിടയിലും അതോടൊപ്പം തന്നെ സാമൂഹ്യശാസ്ത്രത്തിൽ തന്നെ വളരെ ഗൗരവമായ രീതിയിൽ അന്വേഷിക്കുന്ന ഒരു മേഖലയാണ് ഈ പുസ്തകങ്ങളുടെയൊക്കെ ഒരു ചരിത്രം. പുസ്തകങ്ങളും അതുപോലെ പ്രത്യേകിച്ച് മിഷണറി പ്രസ്ഥാനങ്ങളുടെയൊക്കെ ചരിത്രമൊക്കെ വളരെ ഗൗരവമായ രീതിയിലാണ് സാമൂഹ്യശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം മനുഷ്യരുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ സ്ഥാനം ഉള്ളൊരു വസ്തുവാണ് പുസ്തകമെന്ന് പറയുന്നത്. പല പ്രഗത്ഭരായിട്ടുള്ള പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പ്രത്യേകിച്ച് ഉംബർട്ടോ എക്കോ എന്ന് പറഞ്ഞൊരു ഫിലോസഫറുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞിടയ്ക്കാണ് അദ്ദേഹം മരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വലിയൊരു കോട്ട് തന്നെയുണ്ട്. അദ്ദേഹം പറയുന്നത് മനുഷ്യരുടെ ചരിത്രത്തിന് ഏറ്റവും നിർണായകമായതും മനുഷ്യ ചരിത്രത്തിൽ ഒരിക്കലും മാറാതെ നിൽക്കുന്നതുമായിട്ടുള്ള 2 കാര്യങ്ങളാണെന്നാണ് പറയുന്നത്, 2 കണ്ടുപിടുത്തങ്ങളാണെന്നാണ് പറയുന്നത്. ഒന്ന് പുസ്തകങ്ങളും അതോടൊപ്പം 2 ചക്രത്തിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു. അതായത് മനുഷ്യൻ ഇനി എന്തെല്ലാം പുരോഗതിയിലേക്കും ടെക്നോളജി എന്തെല്ലാം രീതിയിൽ മറിഞ്ഞെന്ന് വന്നാലും ഇതിൻ്റെ 2ൻ്റെ ഒരു ബേസിക് സങ്കല്പം മാറ്റപ്പെടുന്നില്ല. ഈ പുസ്തകത്തിൻ്റെയും ചക്രത്തിൻ്റെയും കാര്യം, നമ്മൾ പുതിയ വാഹനങ്ങൾ വന്നു പറഞ്ഞാലും ചക്ര ഉരുണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. വേറെ ഒരു ഷേപ്പിൽ നമ്മൾ ചക്രത്തെ കാണുന്നില്ല. അതുപോലെ പുസ്തകം എന്ന് പറയുന്നതും ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് പലപ്പോഴും. ഇതിന് വലിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചെറിയ തോതിൽ വ്യത്യാസമൊക്കെ വരും എന്നല്ലാതെ, എങ്കിലും നമ്മളിപ്പോൾ ഓൺലൈനിലും മൊബൈലിലും ലാപ്ടോപ്പിലും ഒക്കെ നമ്മൾ പുതിയ രീതിയിൽ വായിക്കാനുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയെങ്കിലും ഈ പുസ്തകം എന്ന് പറയുന്ന അതിൻ്റെ ഒരു രൂപം അത് നമ്മുടെ മനസ്സിലൊരു ഇമേജ് സൃഷ്ടിക്കുന്നത്. എന്താണ് പുസ്തകം എന്ന് പറയുന്നത്, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മനസ്സിലൊരു ചിത്രം വരുന്നു. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് മനുഷ്യ ചരിത്രത്തിനെ തന്നെ ഈ പുസ്തകവും ചക്രവും വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാരണത്താൽ പ്രത്യേകിച്ച് കൊളോണിയലിസത്തിൻ്റെ സമയങ്ങളിൽ
ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടന്നതും അല്ലാതുമായിട്ടുള്ള പല കൊളോണിയൽ കാലഘട്ടങ്ങളെക്കുറിച്ചും ഉള്ള പഠനങ്ങളിൽ ഈ ബൈബിളിൻ്റെ റോളും അതുപോലെ ഇവർ പ്രവർത്തിച്ചിരുന്ന മേഖലകളിൽ ഈ പുസ്തകങ്ങൾ വഴി അല്ലെങ്കിൽ അച്ചടി വഴി എന്തെല്ലാം സാമൂഹ്യ മാറ്റങ്ങളാണ് നടത്തിയത്, അല്ലെങ്കിൽ അവരുടെ ഈ ഒരു ഇടപെടലിലൂടെ എന്തെല്ലാം സാമൂഹ്യ മാറ്റങ്ങൾ അവിടെ സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ചും വലിയ തോതിൽ ഒരുപാട് ആളുകൾ അന്വേഷിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ആഫ്രിക്കയുടെയൊക്കെ കോണ്ടക്സ്റ്റിലും ഇന്ത്യയുടെ സാഹചര്യം, പ്രത്യേകിച്ച് ബംഗാൾ അങ്ങനെ ആ വരുന്ന ഭാഗങ്ങളുടെയൊക്കെ സാഹചര്യത്തിലേക്കാണ് കൂടുതൽ പഠനങ്ങളൊക്കെ വന്നിരിക്കുന്നത്. നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു കോണ്ടക്സ്റ്റിൽ വളരെ കുറവാണ്. എന്നാൽ തമിഴ്നാടിനെ കുറിച്ച് നിരവധി പഠനങ്ങളൊക്കെ വന്ന് കാണുന്നു. പ്രത്യേകിച്ച് മിഷണറിമാരുടെ ആ കാലത്തിറങ്ങിയ പുസ്തകങ്ങൾ 2-3 രീതിയിലാണ് ആളുകൾ പഠിക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനിലൂടെ എങ്ങനെയാണ് ഏതൊരു ജനതയുടെയും സാമൂഹ്യ മാറ്റത്തിനും അല്ലെങ്കിൽ അവർ അക്ഷരത്തിലേക്ക് പ്രവേശിച്ചത്, അല്ലെങ്കിൽ അവർക്ക് പുതിയ ആശയലോകങ്ങൾ ഉണ്ടായിത്തീർന്നത്, അവർ വേറൊരു രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന ഒരു വിഭാഗം ഗവേഷകരുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മിഷണറിമാരുടെ കാലത്ത് അവർ ഡിസ്ട്രിബ്യൂഷൻ നടത്തിയിരുന്ന മറ്റ് പല വസ്തുക്കളും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദാഹരണം നമുക്കറിയാം, ട്രാക്റ്റുകൾ ഉണ്ട് നമ്മുടെ ലഘുലേഖകളായിട്ടുള്ളത്. അതല്ലാതെ മിഷണറിമാരുടെ മറ്റ് ചില പ്രസിദ്ധീകരണങ്ങളുണ്ട്. അവർ പല കഥകളും നോവലുകളും അങ്ങനെ പല കാര്യങ്ങളും ഇല്ല. അതായത് മിഷണറിമാരെക്കുറിച്ച് പറയുന്നത്, സാമൂഹ്യശാസ്ത്രം പറയുന്നത് അവരെ ഒരു പ്രോളിഫിക് റൈറ്റേഴ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് അവരെ ഉൾപ്പെടുത്തുന്നത്. കാര്യം അവർ ഈ ലോകത്ത് ഈ കാണുന്ന എല്ലാത്തിനെ കുറിച്ചും അവർ എഴുതിയിട്ടുണ്ടായിരുന്നു. അതാണ് അവരുടെ ഒരു പ്രത്യേകത. അതായത് എന്ത് വിഷയത്തെക്കുറിച്ചും അവർ എഴുതും എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ബാക്കി എല്ലാ രീതിയിലും, അല്ലെങ്കിൽ നമുക്ക് ഒരു 19-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലോ ഒക്കെ ഒരു ഭരണകൂടം അല്ലെങ്കിൽ ഒരു ബ്രിട്ടീഷ് ഭരണം ഇവിടെ നിലനിന്നിരുന്നെങ്കിൽ 2 പ്രധാന ആളുകളുണ്ട്, മറ്റ് ചില എഴുത്തുകാർ, ഇൻഡോളജിസ്റ്റുകൾ എന്നൊക്കെ വിളിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ ഒരു പ്രത്യേക ഏരിയയെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെ അന്വേഷിക്കുകയും പഠിക്കാനും ഒക്കെ ശ്രമിക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാൻ ശ്രമിച്ച ആളുകളായിരുന്നു. അല്ലെങ്കിൽ അവരെ ഏൽപ്പിച്ചൊരു കർത്തവ്യം മാത്രം നിർവഹിച്ച് ഇന്ത്യയിൽ നിന്നോ അല്ലെങ്കിൽ ഏത് രാജ്യത്തു നിന്നാണോ അവർ നിയമിക്കപ്പെട്ടത് ആ രാജ്യത്തു നിന്ന് തിരിച്ച് മടങ്ങിപ്പോണ ഒരു കാഴ്ച. എന്നാൽ മിഷണറിമാരുടെ പ്രവർത്തനം അങ്ങനെയല്ലായിരുന്നു. മിഷണറിമാരുടെ ഒരു പ്രവർത്തന രീതി എന്ന് പറഞ്ഞാൽ അവർ എന്നും അവർ കാണുന്നതും അല്ലെങ്കിൽ അവരുടെ കൺമുൻപിൽ വരുന്ന എല്ലാത്തിനെക്കുറിച്ചും അവർ എഴുതാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് അവരുടെ ഒരു അവരെഴുതി കൂട്ടിയ കാര്യങ്ങൾ ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ പഠനത്തിനും അല്ലാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ഊർജ്ജം ലഭിക്കുന്ന ഒരു സ്രോതസ്സ് നിർമ്മിച്ചത് മിഷണറിമാരുടെ ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അതെന്ന് വെച്ചാൽ അത് പരിപൂർണമായി അതിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായും ശരിയാണ് എന്ന അർത്ഥത്തിലല്ല. നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടുള്ളതിൽ ഏറ്റവും വിശ്വസനീയമായ കാര്യങ്ങൾ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഏതൊരു വിഭാഗത്തെക്കുറിച്ചും എഴുതി വച്ചിരിക്കുന്നത് മിഷണറിമാരാണ് എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ടാണ് അവർ പ്രോളിഫിക് റൈറ്റേഴ്സ് എന്നുള്ള കാറ്റഗറി. അപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ മലയാളത്തിൽ ആദ്യത്തെ നോവൽ വരുന്നത് ജോസഫ് പീറ്റ് എന്ന് പറയുന്നൊരു മിഷണറി പരിഭാഷപ്പെടുത്തുന്ന ഒരു നോവലാണ്. ബംഗാളിൽ നിന്ന് പരിഭാഷപ്പെടുത്തുന്ന ഒരു നോവലാണ് ആദ്യത്തെ നോവൽ. അതിനുശേഷം പിന്നീട് വരുന്ന നോവലുകളെല്ലാം പുല്ലേലി കുഞ്ചു ആണെങ്കിലും സുകുമാരി എന്ന് പറഞ്ഞ നോവൽ, അങ്ങനെ ആദ്യ കാറ്റഗറിയിൽ വരുന്ന നോവലുകളെല്ലാം തന്നെ നമ്മുടെ മിഷണറിമാരും വിദേശത്തു നിന്ന് വന്ന മിഷണറിമാരും തദ്ദേശീയരായിട്ടുള്ള മിഷണറി പ്രവർത്തകരും എഴുതിയ ഒരു രീതിയാണ്. അതുപോലെ എനിക്ക് മുമ്പ് സംസാരിച്ചു എൽദോ ബ്രദർ സംസാരിച്ചു, ഉള്ളൂരിനെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്. ഈ ഗദ്യത്തിനെ പരിചയപ്പെടുത്തി മലയാളികൾക്ക്, അല്ലെങ്കിൽ നമുക്ക് മലയാളം എന്ന് പറയാനേ പറ്റത്തില്ല. കാര്യം ഇതിന് മുൻപ് വന്നിരുന്ന രചനകളെല്ലാം ഒരിക്കലും മലയാളമല്ല. അതുകൊണ്ട് നമ്മുടെ മലയാളത്തിൻ്റെ തുടക്കവും ആ സംസ്കൃത കൃതികളെ നമ്മൾ വിളിക്കുന്നതിനകത്ത് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ഒരു കാരണത്താൽ നമുക്ക് ഈ മിഷണറിമാരുടെ അല്ലെങ്കിൽ അവർ വഴി വെളിയിലേക്ക് വന്നിരിക്കുന്നത് തന്നെയാണ് സ്വാഭാവികമായിട്ടും മലയാളത്തിൻ്റെ തുടക്കം എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എങ്കിലും പിന്നീട് വരുന്നത് നമ്മെ സംബന്ധിച്ച് നമ്മൾ കാണുന്നൊരു കാഴ്ച പലപ്പോഴും ഇവരുടെ പ്രവർത്തനങ്ങളും ഇവർ മുൻപോട്ട് വെച്ച കാര്യങ്ങളും ഇവർ എഴുതി വെച്ചതുമായിട്ടുള്ള കാര്യങ്ങളെ കൃത്യതയോടുകൂടി പരാമർശിക്കാതിരിക്കുന്ന ഒരു പൊതുസമൂഹമാണ് മുൻപിലുള്ളത്. അത് പണ്ട് മുതലേ അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് ഇവർ പോയ ഒരു കോണ്ടക്ഷൻ 47-ന് ശേഷം വരുന്ന ഒരു സാഹചര്യത്തിൽ പലപ്പോഴും ഇവരെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കും. സമൂഹം അല്ലെങ്കിൽ ഒരു പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ആളുകളും ഈ നമ്മുടെ ഇത്തരത്തിലുള്ള കവലപ്രസംഗങ്ങളിൽ കൂടുതലും ഇവരെ ഒഴിവാക്കുകയാണെങ്കിലും, എന്നാൽ നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഏത് ഒരു ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേകിച്ച് സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെയും അല്ലെങ്കിൽ സാഹിത്യത്തിലുമൊക്കെ നിങ്ങൾ ഗവേഷണം നടത്തുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനോ ശ്രമിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരിക്കലും എന്നാൽ മിഷണറി പ്രസ്ഥാനത്തെയും അവർ മുൻപോട്ട് വെച്ചതും അവരെഴുതിയുമായിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കാനും സാധ്യവുമല്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പൊതുസമൂഹം ഇങ്ങനെ തള്ളിക്കളയുക അല്ലെങ്കിൽ അതിനെ തള്ളിക്കളയൊന്നുമല്ല, അവർ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാം, ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷേ എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും അക്കാദമിക സമൂഹത്തിലൂടെ തന്നെ വെളിയിലേക്ക് വരുന്നുണ്ട്. കാര്യം നമുക്കതല്ല വേറൊരു വഴിയില്ല എന്നുള്ളതാണ്. അതായത് ഒരു സത്യമായ ഒരു കാര്യം ആണ് ഇത് എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്തായാലും ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞു വന്നത്.
പുസ്തകം എന്ന രീതിയിൽ മിഷണറിമാർ മുൻപോട്ട് വച്ചിരിക്കുന്ന ആശയലോകം പുസ്തകങ്ങളായിരിക്കാം, ട്രാക്റ്റുകളായിരിക്കാം, പാട്ടുപുസ്തകങ്ങളായിരിക്കാം, പ്രാർത്ഥനാ പുസ്തകങ്ങളായിരിക്കാം. അതുപോലെ തന്നെ ഇവർ ആദ്യകാലങ്ങളിൽ ഇറക്കിക്കൊണ്ടിരുന്നത് ഒരിക്കലും ബൈബിൾ പൂർണ്ണമായി പ്രസിദ്ധീകരിക്കേണ്ട 1910 ആകുന്ന സമയത്താണ് ബൈബിളിൻ്റെ ഒരു ഫുൾ കളക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ പുതിയ നിയമവും പഴയ നിയമവും ഒക്കെ ഒരുമിച്ച് പ്രസിദ്ധീകരിക്കുന്ന ആ ഒരു സമയത്തേക്ക് ഒരു 100 വർഷമൊക്കെ അടുത്താകുന്നുള്ളൂ. എന്നാൽ അതിന് മുൻപ് ഇവർ പലപ്പോഴും ഇറക്കിയത് ഓരോരോ ഭാഗങ്ങൾ വീതമാണ് ഇറക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെയൊക്കെ ഒരുപാട് കോപ്പികളാണ്, 10,000, 5,000, 6,000 കോപ്പിയൊക്കെ വീതമാണ് ഒറ്റയടിയിൽ അച്ചടിച്ച് വെളിയിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. അപ്പം അതിനു മുൻപ് ബൈബിളുമായി ബന്ധപ്പെട്ട പല കഥകൾ, പ്രത്യേകിച്ച് ആദ്യം മലയാളത്തിൽ അച്ചടിക്കുന്ന പുസ്തകം എന്ന് പറയുന്നത് ബെഞ്ചമിൻ ബെയ്ലി തയ്യാറാക്കുന്ന ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തിയത് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അതും അവൈലബിളാണ് നമുക്കിന്ന്. കൊച്ചു കൊച്ചു കഥകളൊക്കെയാണ് അത്. പിന്നെ അതുപോലെ തന്നെ പല പല ട്രാക്റ്റുകൾ മിഷണറിമാർ ഇറക്കി പല വഴികളിലൂടെ ഡിസ്ട്രിബ്യൂഷനൊക്കെ നടന്നു. അപ്പോൾ ഇതിനെ വളരെ ഗൗരവമായ രീതിയിൽ ആളുകൾ നോക്കുന്നുണ്ടായിരുന്നു, നോക്കിക്കാണുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം പ്രത്യേകിച്ച് പരദേശി മോക്ഷയാത്ര നമുക്ക് ഏവർക്കും പരിചയമുള്ളൊരു പുസ്തകമാണ്. 1600-കളിൽ വരുന്നൊരു പുസ്തകമാണ് ഇംഗ്ലീഷിൽ. അപ്പം അതിൻ്റെ പരിഭാഷ മലയാളത്തിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കേവലമായി ഒരു ഇന്ത്യയുടെ കോണ്ടക്സ്റ്റിൽ മാത്രമല്ല, ഇത് ലോകം മുഴുവൻ പോയ ബൈബിള് പോയിരിക്കുന്ന എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അതിന് പിന്നാലെ എത്തപ്പെട്ടൊരു പുസ്തകമാണ് ഈ പരദേശി മോക്ഷയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഈ പരദേശി മോക്ഷയാത്ര വായിക്കുന്ന അതുപോലും. പ്രത്യേകിച്ച് ആഫ്രിക്കയുടെയൊക്കെ കോണ്ടക്സ്റ്റിൽ പരദേശി മോക്ഷയാത്ര എന്താണ്, ആഫ്രിക്കയിൽ പ്രത്യേകിച്ച് സൗത്ത് ആഫ്രിക്കയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ മാറ്റം എന്താണെന്നുള്ളതിനെക്കുറിച്ചൊക്കെ ആളുകൾ അന്വേഷിക്കുന്നതായിട്ടൊക്കെ ഉള്ള പഠനങ്ങളൊക്കെ ലഭ്യമാണ്. അതോടൊപ്പം പല പല ട്രാക്റ്റുകൾ ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് ഏവർക്കും പരിചയമായിട്ടുള്ളൊരു കാര്യമാണ് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്ന ട്രാക്റ്റ്. കുറേയധികം തലമുറയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചെറിയൊരു 10-20 പേജുകളുള്ള ഒരു ട്രാക്റ്റാണ് തമ്പിയുടെ ഹൃദയം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് മനുഷ്യൻ്റെ 2 തലത്തിൽ. ഒന്ന് മാനസികപരമായ തലത്തിലും അതല്ലാതെയും ഒരു ഭൗതികപരമായ തലത്തിലും മനുഷ്യന് മാറ്റങ്ങൾ നിർമ്മിക്കുന്നതിന് ശേഷിയുള്ളതായിരുന്നു ഈ തമ്പിയുടെ ഹൃദയം പോലുള്ള ട്രാക്റ്റുകൾ. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമായ രീതിയിലാണ് സാമൂഹ്യശാസ്ത്ര ഗവേഷകർ ഇതിനെക്കുറിച്ച് പഠിക്കുന്നത്. മിഷണറി കാലത്ത് അതായത് അതിൻ്റെ സിമ്പിളായ വരിയിൽ പറഞ്ഞാൽ മിഷണറിമാർ വെളിയിലേക്ക് അച്ചടിയിലൂടെ വെളിയിലേക്ക് വിട്ടത് കേവലമായ ക്രിസ്ത്യൻ ആശയങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമല്ലായിരുന്നെന്നും അവർ വെളിയിലേക്ക് അച്ചടിച്ച് വിട്ട പേപ്പർ കഷ്ണങ്ങൾ വഴിയും പുസ്തകങ്ങൾ വഴിയും സമൂഹത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായി തീർന്നു, അല്ലെങ്കിൽ സമൂഹത്തിന് വലിയ മാറ്റങ്ങൾക്ക് കാരണമായ ഏക വസ്തു ഇവർ നിർമ്മിച്ച് വെളിയിലേക്ക് വിട്ടിരിക്കുന്ന ഇത്തരം ടെക്സ്റ്റുകളാണ് എന്നുള്ളതാണ് സാമൂഹ്യശാസ്ത്രം ഒന്നടങ്കം പറയുന്നത്. ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ മാത്രമല്ല എന്നും പ്രത്യേകം ശ്രദ്ധിക്കുക. ആഫ്രിക്കയുടെ കോണ്ടക്സ്റ്റിലും അല്ലെങ്കിൽ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ മാത്രമല്ല, നമ്മൾ ബംഗാളിലേക്ക് പോയാലും പഞ്ചാബിലേക്ക് പോയാലും അല്ലെങ്കിൽ ആന്ധ്രയിലും തമിഴ്നാട്ടിലും എവിടെ പോയാലും ഇത്തരത്തിലുള്ളൊരു ഹിസ്റ്ററി അവിടെ കിടപ്പുണ്ട്. ഇതിനെക്കുറിച്ച് ആളുകൾ വലിയ രീതിയിൽ പഠനവും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഈ ബൈബിളിൻ്റെ ട്രാൻസ്ലേഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ പഠനങ്ങൾ നടന്നിരിക്കുന്നത് തമിഴ്നാടിനെ കുറിച്ചാണ്. കാര്യം ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ട് ബൈബിൾ പരിഭാഷപ്പെടുന്ന തമിഴിലാണ് എന്നാണ് പറയപ്പെടുന്നത്. ആ ഒരു കാരണത്താൽ വലിയ പഠനങ്ങൾ തമിഴിനെ കേന്ദ്രീകരിച്ച് തമിഴ് ഭാഷയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും അല്ലെങ്കിൽ തമിഴ് വിഭാഗങ്ങളുടെ ഇടയിൽ എങ്ങനെയാണ് ബൈബിളിൻ്റെ സ്വാധീനം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ പഠനമൊക്കെ വന്നത്. എന്തായാലും നമ്മുടെ ഒരു പരിമിതി, പ്രത്യേകിച്ച് മലയാളികളായിട്ടുള്ള ആളുകളുടെ ഒരു പരിമിതി, നമ്മെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള പഠനങ്ങൾ വളരെ കുറവായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഇതെന്തോ മോശമായിട്ടുള്ളൊരു കാര്യമായിരുന്നു എന്നുള്ളൊരു മുൻവിധിയിലാണ് പലപ്പോഴും നമ്മുടെ ചരിത്രകാരന്മാരും നമ്മുടെ പല സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ ഇടപെട്ടുകൊണ്ടിരുന്നത്. ഇതെന്തോ ഒരു ക്രൈസ്തവ സഭയുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തോ ഒരു ചരിത്രമാണെന്നും ഇത് സമൂഹത്തിനൊരു സംഭാവന നൽകിയില്ല, അല്ലെങ്കിൽ ഒരു പള്ളിയുടെയോ അല്ലെങ്കിൽ ഒരു ചെറിയ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ മധ്യത്തിൽ അല്ലെ ഒരു വിപ്ലവമായിരുന്നു ഇത്, അല്ലെങ്കിൽ അവർക്കിടയിൽ എന്തോ ഒരു കാര്യമായിരുന്നു എന്നുള്ളൊരു ബോധപൂർവ്വം ഇവർ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് നമ്മൾ ഇത്തരത്തിലുള്ള സാക്ഷി പോലുള്ള കൂട്ടായ്മയിലൂടെ ഇതിനൊരു സാമൂഹ്യ സംഭാവന ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് കേവലമായ ക്രിസ്തുമതം സ്വീകരിച്ച മനുഷ്യരുടെ മാത്രമല്ല മാറ്റി തീർത്തത്, ഇത് ഒന്നടങ്കം മലയാളികളെ, അതായത് ജാതിയിൽ അധിഷ്ഠിതമായിരുന്ന സൊസൈറ്റിനെ വളരെ കൃത്യമായി മുറിവേൽപ്പിച്ച പുസ്തകവും ഒരു മൂവ്മെൻറ്റുമായിരുന്നു മിഷണറി മൂവ്മെൻറ്റ് എന്നുള്ളത് പ്രത്യേകിച്ച് നമ്മൾ തിരിച്ചറിഞ്ഞാണ് അത് നമ്മൾ കൂടുതൽ ഉറക്കെ പറയുക എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ചുള്ളൊരു പ്രധാന ദൗത്യമെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു കോണ്ടക്സ്റ്റ് കിടക്കുന്നത്. അതായത് ഈ ഒരു പുസ്തകത്തെക്കുറിച്ച് നിരവധി ആളുകൾ പഠിക്കുന്നുണ്ട്, പല തലത്തിൽ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ബൈബിളിനെക്കുറിച്ച് അല്ലെങ്കിൽ ക്രൈസ്തവ സങ്കല്പത്തിൽ നിന്ന് വരുന്ന പുസ്തകങ്ങളുണ്ട്, അതുപോലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ, പ്രത്യേകിച്ച് റഷ്യൻ പബ്ലിഷേഴ്സ് ഒക്കെ നിരവധിയായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള അതായത് ഒരു വിജ്ഞാന ശാഖയാണ് പുസ്തകം എന്താണ്, അതിൻ്റെ സാമൂഹിക ഇടപെടൽ എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളത്. അപ്പം അതൊന്ന്. രണ്ടാമത്, മിഷണറി മൂവ്മെൻറ്റിൻ്റെ ഒരു ചരിത്രം പല ആംഗിളിൽ നിന്ന് ആളുകൾ നോക്കിക്കാണുന്നുണ്ട്. ഇവർ പ്രസിദ്ധീകരിച്ച ഇത് എന്തെല്ലാമായിരുന്നെന്നും അതിൻ്റെ സാമൂഹ്യ തലം എന്തായിരുന്നു, അത് ട്രാക്റ്റുകളാണെങ്കിലും പാട്ടുപുസ്തകങ്ങളാണെങ്കിലും ബൈബിളാണെങ്കിലും
കുട്ടികൾക്ക് വേണ്ടിയുള്ള കഥപുസ്തകങ്ങളാണെങ്കിലും അതിനെല്ലാം ഒരു സാമൂഹ്യ തലമുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചും അന്വേഷിക്കുന്നൊരു വിജ്ഞാന ശാഖ തന്നെ വളരെ സജീവമായി കേരളത്തിൽ ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു സൗത്ത് ഏഷ്യയുടെയൊക്കെ കോണ്ടക്സ്റ്റിൽ വളരെ ശക്തിയായി തന്നെ നിൽക്കുന്നു. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലുള്ളൊരു വിജ്ഞാന ശാഖയുടെ അല്ലെങ്കിൽ ഈ ഒരു നിലവിൽ ആളുകൾ ഇതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൂളിൽ നമ്മുടെ ഒരു ചരിത്രത്തെ പരിശോധിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കേരളത്തിൻ്റെ ഹിസ്റ്ററിയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞ പുസ്തകവും അതിൻ്റെ പരിഭാഷയും നടത്തിയത്, നമുക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് അവർ നിർമ്മിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ ഈ സംസാരിക്കാൻ പോകുന്നത്. അപ്പം ഇത് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ബൈബിളിനെയും മിഷണറി പ്രസ്ഥാനത്തെയും നമ്മൾ ഹിസ്റ്ററി വളരെ വേഗത്തിൽ ഒറ്റ വാക്കിൽ നമ്മൾ അവർ 1906 ആദ്യത്തെ ലണ്ടൻ മിഷൻ സൊസൈറ്റി ഇവിടെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു ചരിത്രമായി തീരുന്നില്ല. കാര്യം എങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അവരിവിടെ വന്നത് എന്നുള്ളതാണ് നമ്മൾ അടിയന്തരമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം. മിഷണറിമാർ കേരളത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണം കേരളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യത്തിൽ കേരളം എന്തായിരുന്നു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത് തിരിച്ചറിയുന്ന നിമിഷത്തിലാണ് ഇവരുടെ സാമൂഹ്യ പ്രസക്തി നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പം ഇന്ത്യയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ, ഇത് കേവലമായി കേരളത്തിൻ്റെ മാത്രമല്ല, ഇന്ത്യയുടെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ കുഴപ്പം അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൽ നമ്മൾ കാണുന്നൊരു കാര്യം, ഇന്ന് പല സംഘപരിവാറുകളും അങ്ങനെ പല ആളുകളും, കേവലമായ സംഘപരിവാർ മാത്രമല്ല പല പ്രബലരായ സാമ്പ്രദായിക ചരിത്രകാരന്മാരും പറയുന്ന ഒരു കാര്യമാണ്, ഇന്ത്യക്ക് എന്തോ വലിയൊരു ചരിത്രമുണ്ടെന്നും ഇവിടെ ആശുപത്രികളുണ്ടായിരുന്നെന്നും ഇത് എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ ശക്തമായിരുന്നെന്നും എഴുത്തും വായനയും ഉണ്ടായിരുന്നെന്നും എന്ന് വേണ്ട പല യൂണിവേഴ്സിറ്റികൾ വരെ ഉണ്ടായിരുന്നൊക്കെ ഉള്ളൊരു പ്രഖ്യാപനമാണ്. സയൻസിന് വിമാനം ഉണ്ടായിരുന്നൊക്കെ വരെ പറയുന്ന മന്ത്രിമാരൊക്കെയുള്ള നാടാണ് നമ്മൾ. അപ്പം ഈ ഒരു ക്രമീകരണം ഇവർ പറയുന്നതിനെ അതേപടി വിശ്വസിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകളുമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ വലിയൊരു നമ്മൾ നേരിടുന്ന ഒരു പ്രതിസന്ധി. അപ്പം അവരെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് നമ്മുടെയും കൂടെ ഒരു ലക്ഷ്യം. അപ്പം ഇന്ത്യയുടെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ജാതി ദൃഢമായി നിൽക്കുന്ന ചരിത്രത്തിൽ നമ്മൾ മനുഷ്യന്മാരെ അവിടെ കാണുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇന്ത്യയുടെ ഒരു കാതലായ കുഴപ്പം. കാര്യം മനുഷ്യരില്ല, നിങ്ങളുടെ മുൻജന്മ പാപമാണ് അല്ലെങ്കിൽ നിങ്ങൾ മുൻ ജന്മത്തിൽ എന്താണോ ചെയ്തത് അതാണ് നിങ്ങളിവിടെ അനുഭവിക്കുന്നത് എന്നുള്ളൊരു പഠിപ്പിക്കലാണ് വ്യാപകമായ രീതിയിൽ നിന്നുകൊണ്ടിരുന്നത്. അതായത് ഒരു നിയമവ്യവസ്ഥയായി നിലനിന്നിരുന്നത്. അതായത് ഇന്ത്യക്ക് എന്തുമാത്രം പൗരാണികതയും ചരിത്രവും പറയാനുണ്ടോ അത്രയും നാളത്തെ ചരിത്രം തന്നെയാണ് മനുഷ്യത്വമില്ലായ്മയുടെ ചരിത്രവും കൂടിയാണത്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന സംഗതി എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും മനുഷ്യനില്ല, നിങ്ങൾ മുൻ ജന്മത്തിൽ ചെയ്ത ഒരു അതിൻ്റെ ഫലം നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്ന സങ്കല്പത്തിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗത്തിനിടയിലേക്കാണ് ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ഒരു അധിനിവേശമുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടീഷുകാർ വരുന്നു, അതിന് മുമ്പ് പല ആളുകൾ വരുന്നുണ്ട്, ഒരുപാട് കച്ചവടക്കാർ വരുന്നു. പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൻ്റെ ചരിത്രം നമുക്കറിയാം, നമ്മുടെ ഇവിടെയാണ് ഒരുപാട് കച്ചവടക്കാർ വന്നിരിക്കുന്നത്. അപ്പം ഇവരൊന്നും തന്നെ ഇതിനെ സ്പർശിച്ചില്ല. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ സമയത്താണ് മറ്റൊരു തലത്തിലേക്ക് ഈ ഒരു തലം മാറുന്നത്, ഈ ഒരു സങ്കല്പങ്ങൾ മാറുന്നത്. നമ്മളെ മുൻ ജന്മമല്ലെന്നും ഇന്ന് നമ്മൾ മനുഷ്യരാണ് എന്നൊക്കെയുള്ളൊരു തിരിച്ചറിവ് ഒരു 19th സെഞ്ച്വറിയിലേക്ക് മാത്രമാണ് നമുക്കിടയിൽ ഉണ്ടായി വരുന്നത്. അപ്പം പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതും മറ്റൊരു ഹിസ്റ്ററിയിലാണ് നിൽക്കുന്നത്. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ ജാതിയെക്കുറിച്ചും അല്ലെങ്കിൽ ജാതി ആചാരങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ സാമൂഹ്യശാസ്ത്രജ്ഞർ പറയുന്നൊരു പ്രധാന കാര്യം, ബ്രിട്ടീഷ് ഇന്ത്യയിൽ എല്ലായിടങ്ങളിൽ നിലനിന്നിരുന്ന ജാതി ആചാരങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ജാതി ആചാരങ്ങൾ പാലിച്ചിരുന്നത് മലയാളികളായിരുന്നു എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിലാണ് എല്ലാവരും എത്തിച്ചേരുന്നത്. കാര്യം അത് നമ്മൾ സൂക്ഷ്മതലത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്ന എല്ലാ ഇടങ്ങളിലുമുണ്ട്, പക്ഷേ അതിൽ നിന്നും വ്യത്യാസമായിരുന്നു മലയാളികളായിട്ടുള്ള ആളുകളുടെ ജാതി. കാര്യം നമ്മൾ കേരളം എന്നുള്ള വാക്കങ്ങനെ ഉപയോഗിക്കുന്നില്ല. കാര്യം നമുക്കറിയാം 10-30ഓളം ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരു 19ാം നൂറ്റാണ്ടൊക്കെ ആകുന്നതോടുകൂടി തെക്കൻ കേരളത്തിൽ ഈ തിരുവിതാംകൂർ എന്ന് പറഞ്ഞൊരു നാട്ടുരാജ്യം വരുന്നു, മധ്യ കേരളം വരുമ്പോൾ കൊച്ചി വരുന്നു, പിന്നെ ബ്രിട്ടീഷ് മലബാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. എന്തായാലും ഒരു 3 പ്രധാന അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഇതിനിടയിൽ കുഞ്ഞു കുഞ്ഞു കുറേ രാജാക്കന്മാരുണ്ട്. ഇന്ന് നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ ചെറുകിട രാജാക്കന്മാർക്കല്ല, ലോകത്തിലൊരു രാജാക്കന്മാർക്കും ഇല്ലാത്തൊരു അനുഭവമാണ് കേരളത്തിലെ ഇന്നത്തെ തലമുറയിലുള്ളവർക്ക്. കാര്യം ലോകത്തിലെ ഒരു രാജാക്കന്മാർക്കും പെൻഷൻ കിട്ടുന്നില്ലായിരിക്കും, എന്നാൽ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ രാജാക്കന്മാർ ഇന്നും പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം അവരെന്ത് ചെയ്തിട്ടാണ് എന്നുള്ളൊരു ചോദ്യം പ്രസക്തമല്ല. കാര്യം ഇവിടെ ബാക്കിയുള്ള വിഷയങ്ങൾക്ക് സർക്കാർ പൈസ കൊടുക്കുമ്പോഴത്തേനുമാണ് വലിയ പ്രത്യേകിച്ച് യുക്തിവാദി സംഘങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ കലാപങ്ങൾ ഉണ്ടാക്കുന്നതും. പ്രത്യേകിച്ച് പട്ടികജാതിക്കാർക്കും പട്ടികവർഗത്തിനും ഫണ്ട് കൊടുക്കുകയും റിസർവേഷനെ കുറിച്ചൊക്കെ സംസാരിക്കുകയും ചെയ്യുമ്പോഴത്തേനും വലിയ ശക്തമായ രീതിയിൽ എതിർപ്പുകൾ വ്യാപകമായ രീതിയിൽ ഉയർത്തുന്നത് കാണാം. എന്നാൽ ഈ 10-70 വർഷമായിട്ട്
രാജാക്കന്മാർക്ക് രാജാക്കന്മാർക്ക് ഈ ആനുകൂല്യങ്ങൾ കൊടുക്കുകയും പെൻഷൻ കൊടുക്കുകയും ചെയ്യുന്നതിനെതിരായിട്ട് ഒരു യുക്തിവാദി പോലും സംസാരിച്ചതായിട്ട് നമ്മളിതിലൂടെ നിലവിൽ കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് 2020-21 സാമ്പത്തിക കണക്ക് പ്രകാരം, കേരളത്തിലെ കണക്ക് പ്രകാരം 5.40 കോടി രൂപയാണ് കേരളത്തിലെ രാജാക്കന്മാർക്ക് പെൻഷനായിട്ട് കൊടുത്തതെന്ന് നമ്മൾ അറിയേണ്ടതാണ്. അതുപോലെ അതിന് മുമ്പത്തെ വർഷമാണെന്ന് തോന്നുന്നു നിയമസഭയിലൊരു ചോദ്യത്തിൽ ചോദിക്കുന്നത് എത്ര പേർക്ക് കൊടുത്തു, എത്ര തുകയാണെന്ന് കൊടുത്തപ്പോഴത്തേനും പറയുന്ന മറുപടി ഇതുവരെ 19 കോടി രൂപ കൊടുത്തെന്നാണ് പറയുന്നത്. ഇവരൊക്കെ എന്ത് ചെയ്തിട്ടാണ് നമുക്കറിയാം. അത്രത്തോളം. എന്നിട്ട് രാജാക്കന്മാരുടെ ലിസ്റ്റും സർക്കാർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. 10-35ഓളം രാജാക്കന്മാരുടെ ഫാമിലിക്ക് ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് സർക്കാർ. അതിനൊന്നും ഒരു വിഭാഗം ആളുകൾക്ക് ഒരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക രീതിയിലെ ക്രമീകരണങ്ങളായിരുന്നു കേരളത്തിൻ്റെ ഒരു ക്രമീകരണം. ബാക്കി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പം ഒരു ജാതിയെക്കുറിച്ച് തന്നെ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ബാക്കി എല്ലായിടങ്ങളിലും അയിത്തവും കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞൊരു പ്രക്രിയ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. അപ്പം അവിടത്തെ നിന്നും നമ്മളെ വ്യത്യാസപ്പെടുത്തി നിർത്തിയത്, മലയാളികളെ വ്യത്യാസപ്പെടുത്തി നിർത്തിയത് ബാക്കി ഇടങ്ങളിലെല്ലാം സ്പർശനത്തിലൂടെ മാത്രമാണ് എപ്പോഴും ഒരാൾ പൊല്യൂട്ടഡ് ആകുന്നത്. എന്നാൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ജാതി പ്രാക്ടീസിൻ്റെ അകത്ത് ദർശനത്തിലൂടെ നിങ്ങൾ ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും നിങ്ങൾ തീണ്ടലാണ് എന്നുള്ളൊരു ക്രമീകരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആചാരം ബാക്കി ഇടങ്ങളിൽ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രത്യേകതയായിട്ട് നമുക്ക് പറയാം. അതായത് അൺടച്ചബിലിറ്റി, അൺഅപ്രോച്ചബിലിറ്റി എന്നുള്ളൊരു സങ്കല്പം മറ്റിടങ്ങളിലില്ലായിരുന്നു. പിന്നെ അതുപോലെ ഇത്രത്തോളം ഉപജാതികളായി നിലനിന്നിരുന്ന ഒരു സൊസൈറ്റി ഇന്ത്യയിൽ വേറെങ്ങും ഇല്ലായിരുന്നാണ് പറയുന്നത്. ഒരു ജാതിക്കുള്ളിൽ തന്നെ പലതരം ജാതികൾ. ഇപ്പം നായന്മാരാണെങ്കിൽ തന്നെ ഈ നായന്മാരിൽ തന്നെ 2 വിഭാഗങ്ങൾ, ഒരുപാട് ആളുകളുണ്ട് നായന്മാർ തന്നെ. പക്ഷേ അതിനെ തന്നെ പ്രധാനമായും 2ആക്കി തിരിച്ചിരിക്കുകയാണ്. ഒന്ന് അയിത്തമുള്ള നായന്മാരും ഉണ്ട്, അയിത്തമില്ലാത്ത സവർണ്ണ നായന്മാരും ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം. അതുപോലെ അത് താഴെ തട്ടിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പുലയരാണെങ്കിൽ തന്നെ പുലയർ 14 തരം പുലയരുണ്ടായിരുന്നു പറയുന്നു. പറയരാണെങ്കിലും അതുപോലെ നിരവധി പറയർ. ഈഴവരാണെങ്കിലും വ്യത്യസ്ത ഭൂപ്രദേശത്തിനനുസരിച്ച് ഈഴവരുടെ പേരുകളും നാമങ്ങളും മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാ ജാതികളും സബ് കാസ്റ്റുകളായിട്ട് പിരിഞ്ഞിട്ടുണ്ട്. അവരുടെ ഉള്ളിൽ തന്നെ നിരവധി ചെറിയ ചെറിയ ജാതികളായി പിരിഞ്ഞ് പരസ്പരം ഐത്തം പുലർത്തിയിരുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു കേരളത്തിൻ്റെ എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മറ്റിടങ്ങളിലൊന്നും ഇങ്ങനെ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ത്യയിലെ ബാക്കി ഇടങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ജാതിയുടെ ഘടന വരുന്നത് ബ്രാഹ്മിൺ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എന്നുമാണ് വരുന്നത്. അതിൻ്റെ ഒരു ഘടന പ്രവർത്തിക്കുന്നത് അല്ലെങ്കിൽ നിലനിൽക്കുന്നത് അങ്ങനെയാണ്. എന്നാൽ മലയാളികൾക്കിടയിൽ ബ്രാഹ്മണർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത 2 ലെയർ ഇല്ല. വൈശ്യരും ഇല്ല, ക്ഷത്രിയരും വരുന്നില്ല, പിന്നെ വരുന്ന ശൂദ്രന്മാരാണ് ആകപ്പാടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഘടനയും മറ്റിടങ്ങളിലില്ലായിരുന്നു ഇന്ത്യയുടെ മറ്റിടങ്ങൾ. അതാണ് മറ്റൊരു പ്രത്യേകതയായി പറഞ്ഞത്. അതോടൊപ്പം ഇന്ത്യയുടെ ഇടങ്ങളിൽ നിന്നും കേരളത്തെ മലയാളികളെ വ്യത്യാസപ്പെടുന്ന മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സെമിറ്റിക് റിലീജിയൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു. വലിയ നൂറ്റാണ്ടുകളായി ഇവിടെ വളരെ കൃത്യമായി യഹൂദന്മാരായിട്ടുള്ള ആളുകളുടെ സാന്നിധ്യമുണ്ട്, ക്രിസ്ത്യാനികളുടെ സാന്നിധ്യം ഇവിടെ വളരെ സജീവമാണ്, മുസ്ലിങ്ങളുടെ സാന്നിധ്യവും വളരെ സജീവമായിരുന്നു. എന്നാൽ ഈ മതങ്ങൾ ഉത്ഭവിച്ച നാടുകളിൽ അവരെങ്ങനെയാണോ ജീവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണോ ജീവിക്കുന്നത് അതിന് വിപരീതമായ രീതിയിൽ ജീവിച്ചിരുന്ന ഒരു ജനതയായിരുന്നു കേരളത്തിലെത്തപ്പെട്ട സെമിറ്റിക് മതവിശ്വാസികൾ എന്നുള്ളതാണ് മറ്റൊരു കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നതിൽ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഈ മതങ്ങളുടെ ഒരു പ്രധാന ദൗത്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസത്തിലേക്ക് ആളുകളെ സ്വീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. ക്രിസ്ത്യാനിറ്റിയെ നോക്കുകയാണെങ്കിൽ സുവിശേഷം മറ്റുള്ളവരോട് പറയുക. ഇസ്ലാമിനെ സംബന്ധിച്ചാണെങ്കിലും അവർക്കും അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. എന്നാൽ ഇവരാരും തന്നെ അങ്ങനെ ഒരു പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോ അവരുടെ വിശ്വാസത്തിൽ വളരെ ശക്തമായി ജീവിക്കുന്നതോ നമ്മൾ കാണുന്നില്ല. വളരെ കൃത്യതയോടുകൂടി ഈ ഒരു വിശ്വാസത്തെ പാലിക്കുകയും ആചരിക്കുകയും ചെയ്തു വരുന്ന ഒരു സമൂഹവും കേരളത്തിലില്ലായിരുന്നു. ഇവർ വളരെ കൃത്യമായ ഐത്തം പാലിക്കുകയും പ്രത്യേകിച്ച് അടിമക്കച്ചവടം പോലുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ ഇടപെടുകയും ചെയ്തിരുന്ന ഒരു സെമിറ്റിക് റിലീജിയൻ്റെ സാന്നിധ്യവും കേരളത്തിലുണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പിന്നെ ജാതിയുടെ ദൃഢത വളരെ ശക്തമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഓരോരുത്തർക്കും ഒരു പ്രത്യേക ഇടങ്ങൾ അനുവദിച്ചിട്ടുണ്ട്. ആ ഇടങ്ങളിൽ മാത്രം വളരെ കൃത്യമായി നമുക്കൊരു പൊട്ടക്കിണറെന്ന് പറയുന്നതാണ്. അവിടെ ജനിച്ച് മരിക്കുന്നു എന്നല്ലാതെ മറ്റൊരു ലോകമോ മറ്റൊരു സാന്നിധ്യമോ ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ളതാണ് കേരളത്തിലെ മറ്റിടങ്ങളെ അപേക്ഷിച്ച് ഉള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ നമ്മുടെ ഒരു പോരായ്മ, ജാതിയുടെ ഒരു പ്രധാന പ്രശ്നമായിട്ട് നമ്മൾ കാണുന്നത്. അതായത് വേറിട്ട് നിൽക്കുക. അതായത് ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ്, കേരളം ഇന്ത്യയുടെ മറ്റിടങ്ങളിൽ നിന്നും തികച്ചും ജാതി ആചാരങ്ങളുടെ കാര്യത്തിലും ചരിത്രത്തിൻ്റെ കാര്യത്തിലും തികച്ചും വ്യത്യാസമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ മറ്റിടങ്ങളിലെ രാജാക്കന്മാരെ നമ്മൾ പരിശോധിച്ച് നോക്കുക. അപ്പോൾ അവിടെയെല്ലാം വളരെ കരുത്തന്മാരായിട്ടുള്ള രാജാക്കന്മാരും, അത് ആ വാക്ക് ശരിയല്ല എങ്കിലും ഞാനത് ഉപയോഗിക്കുന്നു, അത്തരത്തിലുള്ളൊരു വലിയ ആണത്തം സൂചിപ്പിക്കുന്ന രാജാക്കന്മാരും വലിയ കെട്ടിടങ്ങളും കൊട്ടാരങ്ങളുമൊക്കെ വലിയ ഒരു 14-15 നൂറ്റാണ്ട് മുതലുള്ളതൊക്കെ നമുക്ക് വ്യക്തമാണ്. ഇപ്പോൾ താജ്മഹലൊക്കെ ഇന്നും കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നിരവധി തെളിവുകളുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പിന്നീട് വരുന്ന സമയത്താണെങ്കിലും പല
ബ്രിട്ടീഷുകാരുടെ ഭരണവുമായി ബന്ധപ്പെട്ട് വരുന്ന അല്ലെങ്കിൽ മറ്റ് പല ആക്രമണങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് യുദ്ധങ്ങളിലൊക്കെ ഏർപ്പെടുന്ന രാജാക്കന്മാരെയൊക്കെ ഇന്ത്യയുടെ പലയിടങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, പ്രത്യേകിച്ച് കേരളത്തിൽ ഇന്ന് പെൻഷൻ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന രാജാക്കന്മാരുടെ പൂർവികരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഒരു യുദ്ധത്തിൽ പോലും പങ്കെടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അത്ഭുതമായി നമ്മൾ കാണുന്നത് ചരിത്രത്തിൽ. പ്രത്യേകിച്ച് യുദ്ധം എന്ന് പറയുന്നതിനെ ഒരു കളിയായിട്ടാണ്, പ്രത്യേകിച്ച് പി കെ ബാലകൃഷ്ണനൊക്കെ ഒന്നാമത് രാജാക്കന്മാരെ ഇല്ലെന്ന് പറയുന്നു. പ്രത്യേകിച്ച് ആപ്പാടെ വരെ നമുക്കൊരു മാർത്താണ്ഡവർമ്മയാണ് വരുന്നത്, എന്തെങ്കിലും ചെയ്തു എന്നൊക്കെ പറയുന്ന രീതിയിൽ വരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ അദ്ദേഹം വേണ്ട 1757 58 അദ്ദേഹം മരിക്കുന്നു. അപ്പോൾ അതിനുശേഷം 1757 ശേഷം 1947 വരെ 1 സെൻറ്റ് ഭൂമി കൂടുകയോ കുറയുകയോ ചെയ്തിട്ടില്ലാത്ത ഏക രാജ്യമാണ് തിരുവിതാംകൂർ. നിങ്ങൾ ഓർക്കണം. അതായത് ഒരു തർക്കത്തിനോ ഒരു പ്രശ്നത്തിനോ ഒരു യുദ്ധത്തിനോ ഒന്നിനും പോയിട്ടില്ലാതെ കേവലമായി ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കുകയും അങ്ങനെ മാത്രം അതിൽ മാത്രം ആനന്ദം കണ്ടെത്തുകയും അതിൽ മാത്രം ജീവിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം രാജാക്കന്മാരുടെ നാടാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അതിനെ നമ്മൾ വേറൊരു രീതിയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രാജാക്കന്മാരുടെ നിയമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുക. ഇപ്പം കാര്യം ടിപ്പു സുൽത്താൻ വലിയ കുഴപ്പങ്ങളൊക്കെ സൃഷ്ടിച്ചു എന്നൊരു വിഭാഗം ആളുകൾ പറയുന്നുണ്ടെങ്കിലും ടിപ്പു സുൽത്താൻ വളരെ കൃത്യമായി യുദ്ധത്തിൽ പങ്കെടുത്തതിന് തെളിവുണ്ട് നമുക്ക്. അതുപോലെ ഹൈദരാലിയുടെ ആണെങ്കിലും അല്ലെങ്കിൽ ഡൽഹി സുൽത്താനേറ്റിനെ നോക്കിയാലും അങ്ങനെ എന്നുവേണ്ട ഇന്ത്യയുടെ മറ്റു പലയിടങ്ങൾ പരിശോധിച്ചാലും അവിടെയെല്ലാം ഈ കൊളോണിയലിസമായിട്ടോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുമായിട്ടോ അല്ലെങ്കിൽ വേറൊരു രാജാവുമായിട്ടോ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജാവിനെ കാണാം. അല്ലെങ്കിൽ ഇവർ വേട്ടയ്ക്ക് പോയതിനെക്കുറിച്ചൊക്കെയുള്ള വലിയ ചരിത്രങ്ങളും കാര്യങ്ങളും, ഒരു ഇത്ര ആണെ പിടിച്ചു സിംഹത്തെ പിടിച്ചു എന്നൊക്കെ പറയുന്ന കഥകളുമൊക്കെയുള്ള കഥകൾ കാണാം. അതുപോലെ ഇവരുടെ നിയമങ്ങളൊക്കെ ഇന്ന കച്ചവടക്കാർ ഇവിടെ പ്രവേശിക്കാൻ പാടില്ല, ഇവിടെ പ്രവേശിച്ച് കഴിഞ്ഞാൽ അവരെ കൊല്ലുന്നതായിരിക്കും എന്നൊക്കെ പറയുന്ന പ്രഖ്യാപിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാരണത്തിൽ അങ്ങനെ വളരെ ശക്തരായിട്ടുള്ളതും അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ ഏർപ്പെടുന്നതായിരിക്കുന്ന വലിയൊരു വിഭാഗം രാജാക്കന്മാർ ഇന്ത്യയുടെ മറ്റു പല ഇടങ്ങളിലുണ്ട്. അപ്പം നമുക്ക് പലരുടെയും പേരറിയാം. ഇപ്പം മുഗൾ എംപേഴ്സിൻ്റെ കേവലമായി ചരിത്ര വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, അല്ലാതെ നമ്മുടെ പൊതുസമൂഹത്തിനും അവരുടെ പേരുകൾ അറിയാം. നമ്മുടെ അമർ ചിത്രകഥകളിലും ബാലരമയിലും കളിക്കുടുക്കയിലും എന്ന് വേണ്ട കുട്ടികളുടെ സാഹിത്യ ശാഖകളിലെല്ലാം തന്നെ ഇത്തരം രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ വായിക്കുകയും കാണുകയൊക്കെ ചെയ്യുന്നതാണ്. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും തിരുവിതാംകൂറിലെ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ പേര് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ കൊച്ചി രാജാവ് ആരെങ്കിലും ഒരാളുടെ പേര് പറയാൻ പറ്റുമോ? മലയാളികളായിട്ടോ നമ്മളിന്ന് 10 മലയാളികളെ കണ്ടു, ഈ റോഡിലിറങ്ങി മലയാളികളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരോട് 2 രാജാക്കന്മാരുടെ പേര് ചോദിക്കാൻ പറഞ്ഞാൽ അവർക്ക് ആർക്കും അറിയാൻ പറ്റത്തില്ല. കാര്യം അത്തരത്തിലുള്ളൊരു ബാലരമേൽ പോലും ഇടം നേടിയിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകളായിരുന്നു ഇവിടുത്തെ രാജഭരണത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇവർ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല. അതാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇവിടെ ഒരു ഭരണകൂടം എന്ന രീതിയിൽ കുറച്ച് പേര് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവർ ജീവിക്കുന്നത് ഏറ്റവും താഴെത്തട്ടിലുള്ള മനുഷ്യന്മാർ പണിയെടുക്കുകയും അവർ പണിയെടുത്ത് നിർമ്മിക്കുന്ന നെല്ലോ അല്ലെങ്കിൽ എന്ത് ഭക്ഷണ പദാർത്ഥമാണോ അല്ലെങ്കിൽ മറ്റു ചില കാര്യങ്ങളോ അതുകൊണ്ട് മാത്രം ഉപജീവനം കഴിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവർ വലിയ ടെക്നോളജിയെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും സർവകലാശാലയെക്കുറിച്ചൊക്കെ ഇപ്പോൾ വലിയ കുറേയധികം ഹിസ്റ്റോറിയന്മാരൊക്കെ പറയും. അതായത് ഏറ്റവും നമ്മൾ തിരിച്ചറിയേണ്ട ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് കേവലമായ സംഘപരിവാറിൻ്റെ ആളുകൾ മാത്രമല്ല ഇത്തരത്തിലുള്ളൊരു കാര്യം പറയുന്നത്. കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മുതിർന്ന ഗവേഷകരായി നമ്മളെല്ലാം കരുതുന്ന ആളുകൾ പോലും മുൻപോട്ട് വച്ചിരിക്കുന്ന ഒരു ആർഗ്യുമെൻ്റ് ഇത് തന്നെയാണ് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതായത് ഒന്നുമില്ലാത്ത ഇന്ത്യയുടെ ഒരു ഭൂതകാലത്തിൽ ഇവിടെ ഇവിടെ ഹോസ്പിറ്റലുണ്ടെന്നും ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, എല്ലാവിധ ടെക്നോളജികളും ക്ഷേത്രങ്ങൾ വഴി ഇവിടെ പരിഹരിക്കപ്പെട്ടിരുന്നു എന്നുള്ളൊരു സിദ്ധാന്തം ഈ സംഘപരിവാർ മാത്രമല്ല മുൻപോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത്തരത്തിൽ വളരെ തെറ്റായൊരു ധാരണ പലപ്പോഴും പല സാമ്പ്രദായിക ചരിത്രകാരന്മാർ തന്നെ വലിയ പ്രസാധകർ വഴി തന്നെ അവർ അച്ചടിച്ചിട്ടുമുണ്ട്. എന്നാൽ നമുക്ക് ഏതെങ്കിലും ഈ ആയുർവേദത്തിൻ്റെ വലിയ ഹിസ്റ്ററി പറയുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തോ ഒരു വൈദ്യ പാരമ്പര്യത്തിൻ്റെ ചരിത്രം പറയുന്ന കേരളത്തിന് ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു മഹാമാരിയെ തടഞ്ഞു നിർത്തിയതിൻ്റെ ചരിത്രം പറയാനുണ്ടോ? നമ്മൾ ആരും കേട്ടിട്ടില്ല. എന്നാൽ വലിയ ചാർവാകൻ അല്ലെങ്കിൽ ഇവിടെ ശസ്ത്രക്രിയ നടന്നെന്ന് പറയുന്നു, ഏതോ ഒരു നൂറ്റാണ്ടിൽ ശസ്ത്രക്രിയ നടന്നുകൊണ്ട് പിന്നീട് മനുഷ്യൻ്റെ എഴുത്തും വായനയും വളരെ കൃത്യമായ ചില കാര്യങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്യാനും പറ്റിയ സാഹചര്യങ്ങളുണ്ട്. ഒരു 16 മുതൽ വരുന്ന നൂറ്റാണ്ടിൽ ഒരു 3-4 നൂറ്റാണ്ടായിട്ട് ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയിലൂടെ സൗഖ്യമായ ഒരു വില്ലേജോ അല്ലെങ്കിൽ വലിയൊരു മഹാവ്യാധിയെ പിടിച്ചു കെട്ടിയ ഒരു ചരിത്രമോ വൈദ്യത്തിന് പറയാനില്ല. ഓരോ ഓപ്പറേഷൻ്റെ ചരിത്രവും ഈ ഇംഗ്ലീഷ് മിഷണറിമാരോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ടെക്നോളജി വികസിച്ച് സയൻസിൻ്റെ ഒരു ടെക്നോളജി വികസിച്ച് വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ അതേ കാലത്ത് ഇവിടെ നടന്ന ഓരോ ഓപ്പറേഷനെക്കുറിച്ചോ നമുക്ക് പറയാൻ ഒരു തെളിവുമില്ല എന്നുള്ളതാണ്.
അപ്പോൾ ഇത്തരത്തിൽ തെളിവില്ലായ്മയിലൂടെയാണ് ഇവർ ഈ ഒരു വൃത്തികേടുകൾ പറഞ്ഞത്. അതായത് സയൻസിൻ്റെ ഒരു ടെക്നോളജിയിൽ കാണുന്നതല്ല ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളൊരു കപടമായൊരു കാര്യം ഇങ്ങനെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടും കൂടി ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, ഒരു തരത്തിലും മനുഷ്യന് ജീവിക്കാൻ അവകാശമില്ലാത്ത, മനുഷ്യൻ എന്ന ഒരു പരിഗണന ഇല്ലാത്ത ഒരു നാട് തന്നെയായിരുന്നു കേരളം എന്ന് പറഞ്ഞാൽ, ഇനി യാതൊരു സംശയവുമില്ല. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ രാജാക്കന്മാരിലേക്ക് തന്നെ വീണ്ടും ഒന്നുകൂടെ പോവുകയാണ്. നമ്മൾ പലപ്പോഴും ഈ പല രാജാക്കന്മാരുടെ നിയമങ്ങളൊക്കെ പരിശോധിക്കുക. ഇന്ത്യയിലെ തന്നെ മറ്റിടങ്ങളിൽ എല്ലാ രാജാക്കന്മാരുടെ നിയമങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇന്ന ആൾ വരല് അല്ലെങ്കിൽ വേട്ടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് അവർ പുറപ്പെടുവിക്കുന്നത്. അവരുടെ നിയമങ്ങളായി ഓർഡറുകളായിട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ശക്തമായ കാര്യങ്ങളാണ് വരുന്നത്. എന്നാൽ കേരളത്തിലെ രാജാക്കന്മാരുടെ നിയമങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ എത്തിച്ചേരുന്നത്, അല്ലെങ്കിൽ അവർ പ്രഖ്യാപിക്കുന്നത്, നമ്മൾ ആർക്കൈവ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രാജാവ് പ്രഖ്യാപിക്കുന്ന നിയമം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇന്നു മുതൽ ചെരുപ്പിടാം, നിങ്ങൾക്ക് ഇന്നു മുതൽ വഴി കൂടെ നടക്കാം, നിങ്ങൾക്ക് ഇന്നു മുതൽ താടി വെക്കാം, മൂക്കൂത്തി ധരിക്കാം, അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാം, ഓടുമേയാം, വീടിന് ഓടുമേയാം, ഇന്ന വഴിയിലൂടെ സഞ്ചരിക്കാം. അതായത് ഇതെല്ലാം നമ്മുടെ 19-ാം നൂറ്റാണ്ടിലെ മധ്യത്തിൽ പ്രഖ്യാപിക്കുന്ന നിയമങ്ങളാണ് നമ്മൾ തിരിച്ചറിയണം. അതായത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരാൾക്ക് ജീവിക്കാൻ വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ പോലും തടഞ്ഞു നിർത്തിയിരുന്ന ഒരു ഭരണകൂടമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയണം. ഇപ്പോൾ ലോകത്തിൻ്റെ ഒരു ചരിത്രത്തിലും കാണത്തില്ല ഇപ്പോൾ അയ്യങ്കാളിയെ പോലെ ഒരു സമരം. സാധാരണ നമ്മൾ സമരം വഴക്കെന്നൊക്കെ കേൾക്കുമ്പോൾ വലിയ തല്ല്, അടി, പിടുത്തം, വെട്ട്, കുത്ത് കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ കേൾക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ വിപ്ലവം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ഒരു കാളവണ്ടി ഓടിച്ചൊരു വഴി കൂടെ പോയത് വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ അതാണ് ഏറ്റവും വലിയ വിപ്ലവമായി മാറുന്നത്. അതാണ് കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം. അതാണ് ഇവിടുത്തെ ഇത്രത്തോളം ജാതിയിൽ ബന്ധിതമായിരുന്ന ഒരു നാട് തന്നെയായിരുന്നു കേരളം എന്ന് പറയുന്നത്, മറ്റിടങ്ങളിൽ നിന്നും ശക്തമായ രീതിയിൽ. അതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യയുടെ മറ്റിടങ്ങളെക്കാൾ ഏറ്റവും ദൃഢമായ രീതിയിൽ ജാതി പാലിച്ചിരുന്നത് മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെയായിരുന്നു. അപ്പം ഇത്തരത്തിലുള്ള ഒരു മനുഷ്യ വിഭാഗത്തിൻ്റെ ഇടയിലേക്കാണ് ബ്രിട്ടീഷ് കൊളോണിയലിസം ഇവിടെ വന്നു ചേരുന്നത് എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഒരു ജാതി ഭ്രാന്തന്മാരുടെ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനെ തിരിച്ചറിയാൻ മേലാത്ത, മനുഷ്യനാണ് ഞാൻ എന്ന് പോലും തിരിച്ചറിയാൻ മേലാത്ത വലിയൊരു വിഭാഗം മനുഷ്യന്മാരുടെ നാട്ടിലാണ് ഈ മിഷണറി പ്രസ്ഥാനവും ഈ ബൈബിൾ പോലുള്ള കാര്യങ്ങളുമൊക്കെ എത്തിച്ചേരുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. അതായത് നമ്മൾ ഹിസ്റ്ററി എന്നുള്ളത് പറയുമ്പോഴത്തേനും അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലൂടെ മാത്രമാണ് നമ്മളതിനെ ആ ഒരു വിഷയത്തെ നമ്മൾ അവതരിപ്പിക്കണം. അപ്പോൾ നമ്മൾ മിഷണറി പ്രസ്ഥാനത്തിൻ്റെ ഹിസ്റ്ററി നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം ഏത് തരം സൊസൈറ്റിയിലേക്കാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഇടത്തിലാണ് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്തുമാത്രം വലുതായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അപ്പോൾ ഇത്രത്തോളം വളരെ മോശമായ രീതിയിൽ, വളരെ എല്ലാവരും ബന്ധിതരായ രീതിയിൽ, ഇപ്പം ഈ സോഷ്യോളജിസ്റ്റിൻ്റെ ഒരു ഇടയിലെ വലിയൊരു പഠനമായിരുന്നു ഇത്തരത്തിലുള്ള സൊസൈറ്റികളെ കുറിച്ചൊക്കെ പഠിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു പ്രധാന കാര്യം, ഇപ്പോൾ KC അലക്സാണ്ടറിനെ പോലെയൊക്കെയുള്ള ചില ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റുകളെ, അല്ലെങ്കിൽ മാക്കിം എന്ന് പറഞ്ഞൊരു ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ്, അപ്പോൾ ഇവരൊക്കെ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ക്ലോസ്ഡ് സൊസൈറ്റിയാണ്. ആ ക്ലോസ്ഡ് സൊസൈറ്റിക്കകത്ത് ക്ലോസ്ഡ് സൊസൈറ്റിയാണ് കേരളം, അല്ലെങ്കിൽ മലയാളികൾ എന്നുള്ളൊരു ടേമാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഇത് ഒരു പ്രതികരണം, അല്ലെങ്കിൽ ഒരു ലോകത്തിനൊരു സമാനതയും ഇല്ലായിരുന്നു ഇത് ഈ ഒരു സൊസൈറ്റിയെ നിർവചിക്കാൻ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് എന്നുള്ളതിനെക്കുറിച്ച്. അതാണ്, ഒരു യുദ്ധം പോലും നടന്നിട്ടില്ല, ഒരു റോഡ് പോലും ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യയുടെ മറ്റിടങ്ങളിലെല്ലാം നിരവധി റോഡുകളും കാര്യങ്ങളും ഒക്കെയുണ്ട്, കെട്ടിടങ്ങൾ വ്യാപകമായ രീതിയിലുണ്ട്. കാര്യം അവിടെ യുദ്ധം നടന്നതുകൂടെയൊക്കെയാണ് പലപ്പോഴും റോഡുകളൊക്കെ ഉണ്ടാകുന്നത്. ഈ റോഡുകളുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ അതിലൊരു പല കാരണങ്ങളാണ് റോഡുകൾ ഉണ്ടായി വരുന്നത്. ഒന്ന് ടെക്നോളജി പോലുള്ള കാര്യങ്ങൾ വരുന്ന ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ റോഡുകൾ ഉണ്ടാക്കപ്പെടുന്നത് യുദ്ധത്തിൻ്റെ കോണ്ടെക്സ്റ്റാണ്. കാര്യം യുദ്ധത്തിന് വേണ്ട സാമഗ്രികൾ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും റോഡുകൾ നിർമ്മിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ 19-ാം നൂറ്റാണ്ടിൽ പോലും ആദ്യമായിട്ട് കേരളത്തിൽ ഒരു റോഡ് വരുന്ന ടിപ്പു സുൽത്താൻ യുദ്ധം ചെയ്ത് വരുന്ന സമയത്താണ്. ആദ്യമായിട്ട് ഈ തൃശ്ശൂർ വരെയൊക്കെ ആദ്യം കോഴിക്കോട് അവിടെ വരുന്നു, പിന്നെ തൃശ്ശൂരിൻ്റെ അടുത്ത് വരെ ഒരു റോഡ് വെട്ടുന്നത് ടിപ്പു സുൽത്താൻ്റെ പീരങ്കിയും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ റോഡ് പോലും ഇല്ലാതിരുന്ന ഒരു സമൂഹമായിരുന്നു. പിന്നീട് മിഷണറി പ്രവർത്തകരും ഇവരുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് മനുഷ്യന്മാർ, അതായത് റോഡ് വേണ്ടി വരുന്നത് യാത്ര ചെയ്യുന്ന മനുഷ്യർക്കാണ്, അങ്ങനെ പോലും ഇല്ലാതിരുന്ന ഒരു സൊസൈറ്റിയിലേക്കാണ് ഈ ഒരു മൂവ്മെൻറ്റ് വരുന്നത്. 19th സെഞ്ച്വറിയിൽ ബ്രിട്ടീഷുകാർ ഭരണം ഏറ്റെടുക്കുന്നു. ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് 1792 മലബാറിൽ ബ്രിട്ടീഷ് ഭരണം വരുന്നു. 1800-കളോടുകൂടി കൊച്ചിയും തിരുവിതാംകൂറും ഒക്കെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലേക്ക് വരുന്നു. കാര്യം ടിപ്പുവുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൻ്റെ സമയത്ത് ഇവർ ബ്രിട്ടീഷുകാരുടെ സഹായം തേടുകയും അതിൻ്റെ ഭാഗമായിട്ട് ഈ ഭാഗങ്ങളെല്ലാം തന്നെ അവരുടെ ഭരണത്തിന് കീഴിലേക്ക് വരികയും അങ്ങനെ റെസിഡൻറ്റുമാരെ നിയമിക്കുകയും ചെയ്തു. കൊച്ചിക്കും തിരുവിതാംകൂറിനും ഓരോ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഒരു റെസിഡൻ്റ് ആയിരിക്കും. അങ്ങനെ മെക്കാളെ ആദ്യത്തെ വരുന്നു, പിന്നെ മൺട്രോ രണ്ടാമത് റെസിഡൻ്റായിട്ട് വരുന്നു, അങ്ങനെ കല്ലൻ എന്ന് പറഞ്ഞ റെസിഡൻറ്റ് വരുന്നു, അങ്ങനെ കുറേയധികം ആളുകൾ വരുന്നു.
അപ്പം ആ ഒരു സമയങ്ങളിലാണ് ഈ ഒരു മൂവ്മെൻറ്റും വളരെ കൃത്യമായി എമർജ് ചെയ്ത് വരുന്നത്. മിഷണറി പ്രസ്ഥാനങ്ങളും ആ ഒരു കോണ്ടക്സ്റ്റിൽ ഇപ്പം ലോകത്തിൽ ആദ്യമായിട്ട് അല്ലെങ്കിൽ ബ്രിട്ടനിൽ ആദ്യമായിട്ട് വരുന്നത് SPCK എന്ന് പറയുന്ന ഒരു മിഷണറി മൂവ്മെൻറ്റാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് ലണ്ടൻ മിഷൻ സൊസൈറ്റിയൊക്കെ വരുന്നു. അതിനുശേഷം 1799 ചർച്ച് മിഷൻ സൊസൈറ്റി ഇംഗ്ലണ്ടിൽ സ്ഥാപിതമാകുന്നു. അതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് 1805 1806 ബാസൽ മിഷൻ പോലുള്ള മൂവ്മെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇംഗ്ലണ്ടിൽ വേറൊരു റിവൈവൽ കാര്യങ്ങളൊക്കെ വരികയും അവർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മിഷണറി പ്രവർത്തനം എന്നുള്ള രീതിയിൽ പോകാൻ പദ്ധതി ഇടുകയൊക്കെ ചെയ്യുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ ലോകം മുഴുവൻ വിവിധ രാജ്യങ്ങളിലേക്ക് മിഷണറി പ്രസ്ഥാനങ്ങൾ അവരുടെ ഒരു വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത മൂലം അവർ ലോകങ്ങളുടെ വിവിധയിടങ്ങളിലേക്ക് സഞ്ചരിക്കുകയും പിന്നീട് വേറൊരു ഹിസ്റ്ററിയാണ് നമ്മൾ കാണുന്നത്. അവിടെ ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ മിഷണറി പ്രസ്ഥാനങ്ങൾ ആഫ്രിക്കയിലും ഇന്ത്യയിലും അല്ലെങ്കിൽ ഏഷ്യയുടെ പല ഭാഗങ്ങളിലുമൊക്കെ ചെല്ലുന്നു. അങ്ങനെ ഏഷ്യയിലൊക്കെ വന്നെങ്കിലും പല ഭാഗങ്ങളിൽ വലിയ പരാജയങ്ങളിലൊക്കെ ഏർപ്പെടും. ഉദാഹരണത്തിന് ഇപ്പം ചൈന പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്ന് പോകുന്ന മിഷണറി മൂവ്മെൻറ്റ് പ്രത്യേകിച്ച് CMS ഒക്കെയാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവർക്കൊന്നും വലിയ കാര്യമായ റോള് അവിടെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നില്ലായിരുന്നു എന്നുള്ള വലിയൊരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ത്യയുടെ സാഹചര്യത്തിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് മിഷണറി പ്രസ്ഥാനങ്ങൾ വന്നു ചേർന്ന് നമ്മൾ കാണുന്നുണ്ട്. ഒരു 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആദ്യം വരുന്ന മിഷണറി മൂവ്മെൻറ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ SPCK എന്ന് പറയുന്ന ഒരു മിഷണറി പ്രസ്ഥാനമായിരുന്നു. അവർ തമിഴ്നാട്ടിലായിരുന്നു ആദ്യം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് ഈ ഡച്ചുകാരുടെ ഒരു സപ്പോർട്ടോടൊക്കെ കൂടിയാണ് അവർ വരുന്നത്. അപ്പം അതിനുശേഷം അവരിലെ ചില ആളുകളൊക്കെ തിരുവിതാംകൂറിലൊക്കെ പ്രവർത്തിക്കാനൊക്കെ വന്ന് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വിജയിക്കുന്നില്ല. അതായത് 1800കളുടെ തുടക്കത്തിൽ. പക്ഷെ അത് വിജയിക്കാതെ വരികയും അവർ മടങ്ങി പോവുകയും ചെയ്യുകയാണ്. പിന്നീട് അതിനുശേഷമാണ് ആ ഒരു ഭാഗത്ത് തന്നെ തെക്കൻ തിരുവിതാംകൂറിലുള്ള ഒരു പറയ വിഭാഗത്തിൽപ്പെട്ട ലോവർ കാസ്റ്റിൽപ്പെട്ട വേദമാണിക്യം എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഒരു യാത്ര ചെയ്യുകയും ആ യാത്രയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു മിഷണറി മൂവ്മെൻറ്റിനെ കണ്ടുമുട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഒരു ഹോളിൽ വെച്ച് അദ്ദേഹം ഒരു അമ്പലത്തിലേക്കുള്ള യാത്രയിലായിരുന്നു. ആ യാത്രയുടെ ഭാഗമായി അദ്ദേഹം എങ്ങനെയോ വഴിതെറ്റിയല്ല അദ്ദേഹത്തിൻ്റെ റിലേഷനിൽപ്പെട്ട ആളുകൾ ക്രിസ്തുമതം സ്വീകരിക്കുകയും അവിടെ വലിയ ശക്തമായ രീതിയിൽ ആരാധന എടുക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട് ഇദ്ദേഹം. അപ്പോൾ അങ്ങനെ അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം അവിടെ ഒരു ഹോളിൽ പോയിരിക്കുകയും അങ്ങനെ അദ്ദേഹം പിന്നീട് വലിയൊരു വിശ്വാസിയായി മാറുകയാണ്. അപ്പോൾ അദ്ദേഹമാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത്. അദ്ദേഹം നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം ഈ തിരുവിതാംകൂറിൻ്റെ ഒരു പ്രത്യേകത, തെക്കൻ തിരുവിതാംകൂർ പ്രത്യേകിച്ച് തമിഴ് ഭാഗങ്ങളുടെ ഒരു പ്രത്യേകത, അവിടെ ഈ ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്ക് ഭൂമി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം പ്രത്യേകിച്ച് പറയ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ കൂടുതലും വരുന്നത്. അവർ ഭൂവുടമസ്ഥരായിരുന്നു. അവർക്ക് സ്വല്പം സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. അവരിൽ നിന്നാണെങ്കിലും പലപ്പോഴും പല ആദ്യകാല മിഷണറി പ്രവർത്തകരൊക്കെ അവരിൽ നിന്നാണ് വരുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ ചാൾസ് മീഡ് എന്ന് പറഞ്ഞൊരു ലണ്ടൻ മിഷൻ സൊസൈറ്റിയുടെ ഒരു മിഷണറി, അദ്ദേഹം 3ാമത് വിവാഹം കഴിക്കുന്നത് ഒരു പറയ സ്ത്രീയാണ് അദ്ദേഹം വിവാഹം കഴിക്കുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ മിഷനിൽ നിന്ന് പുറത്താക്കും. എന്തായാലും നമ്മൾ എഴുത്തിലേക്കും വായനയിലേക്കും ഇത്തരം മേഖലയിലേക്ക് കടന്നു വരുന്ന ഈ ദളിതരായിട്ടുള്ള ആളുകളെയൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മളേവരും ഉപയോഗിക്കുന്ന പ്രത്യേകിച്ച് പഠിക്കുന്ന ചരിത്ര വിദ്യാർത്ഥികളെല്ലാം ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ചർച്ച് ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ എന്ന് പറയുന്നൊരു പുസ്തകം. അത് CM ആഗൂർ എന്ന് പറയുന്നതാണ് വ്യക്തിയാണ് അദ്ദേഹം എഴുതിയ മസ്ലാമണി ആഗൂർ. അപ്പോൾ അദ്ദേഹം ആദ്യം ഞാനീ പറഞ്ഞ വേദമാണിക്യത്തിൻ്റെ കൊച്ചുമകനാണ്. അപ്പോൾ അത് 1903 ഏകദേശം ഒരു 2000-ഓളം പേജ് വരുന്ന ഇംഗ്ലീഷ് പുസ്തകമൊക്കെ എഴുതാൻ ശേഷിയുള്ള ദളിത് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു ഭാഗത്ത്. അപ്പോൾ എന്തായാലും അവരങ്ങനെ വന്നു. ഈ വേദമാണിക്യത്തിൻ്റെ റിക്വസ്റ്റിൻ്റെ പ്രകാരമാണ് ഒരു ലണ്ടൻ മിഷനിൽ നിന്നുള്ള ആളുകളെ അദ്ദേഹം വീണ്ടും ആ തമിഴ്നാട്ടിലുള്ള മിഷണറിയെ പോയി കാണുകയും അവരുടെ ഒരു അപേക്ഷ പ്രകാരം ആ സമയത്ത് ഈ ബംഗാൾ ഭാഗങ്ങളിൽ ഇവർ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ലെറ്റർ അയക്കുകയും അങ്ങനെ റിങ്കിൾ ടോബെ എന്ന് പറയുന്ന ഒരു മിഷണറി ആദ്യമായിരുന്നു 1806 തിരുവിതാംകൂറിലേക്ക് ഔദ്യോഗികമായിട്ട് പ്രവർത്തനം ആരംഭിക്കുകയും അതിൻ്റെ ഭാഗമായി കുറേയധികം ആളുകൾ കൺവേർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ്. എന്നാൽ ആ സമയത്ത് ആ തിരുവിതാംകൂറിൻ്റെ ഒരു ഭാഗം ക്രിസ്തുമതം സ്വീകരിച്ചു. ക്രിസ്തുമതം എന്താണ് എന്നുള്ളതൊക്കെ അറിഞ്ഞു. പക്ഷേ അവിടുത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഇന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമല്ല, അവർ കേരളത്തിൻ്റെ ഭാഗമേ അല്ല. രണ്ടാമത്തെ ഒരു പ്രധാന വിഷയം, അവരെല്ലാം തമിഴ് ഭാഷയിൽ വളരെ പണ്ഡിതർ അല്ലെങ്കിൽ എഴുതാനും വായിക്കാനും തമിഴിൽ അറിയാവുന്ന ആളുകളായിരുന്നു. അവരെ സംബന്ധിച്ച് തമിഴ് ബൈബിൾ അവർക്ക് ലഭ്യവുമായിരുന്നു. തമിഴിലുള്ള പല ട്രാക്റ്റുകളുണ്ട്, തമിഴിലുള്ള പാട്ടുപുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഒരു മലയാള പരിഭാഷയെക്കുറിച്ച് അവർ ആലോചിക്കുന്നേ ഇല്ല. മലയാളത്തിൽ ബൈബിൾ ഇറക്കണം എന്നുള്ളൊരു ആലോചന. കാര്യം തമിഴ് ഇപ്പോഴാണെങ്കിലും നമുക്കറിയാം, ഈ തിരുവനന്തപുരത്തിൻ്റെ അല്പം കൂടെ മാറി വരുന്നത് ഈ ഇച്ചിരി തെക്കോട്ട് പോകുന്ന ഭാഗങ്ങളിലെ ആളുകൾക്കെല്ലാം തന്നെ അത് എല്ലാ മതജാതി വിഭാഗത്തിൽപ്പെട്ടവർക്കും തമിഴും മലയാളവും വളരെ കൃത്യമായി വായിക്കാനും എഴുതാനും അറിയാവുന്ന ആളുകൾ തന്നെയാണ് കൂടുതൽ ആളുകളും വരുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇച്ചിരി കൂടുതലായിരുന്നു. പ്രത്യേകിച്ച് തിരുവിതാംകൂറിൻ്റെ ഭാഷ തന്നെ തമിഴായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കാരണത്താൽ ബൈബിളിനെ കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിൻ്റെ ഒരു മലയാള പരിഭാഷയെക്കുറിച്ച് ഒരു ആലോചന ഒരിക്കലും അവരുടെ ഇടയിൽ വന്നില്ല.
പിന്നീട് അതിനുശേഷം ഈ റിങ്കിൾ ടോവേ എന്ന് പറയുന്ന മിഷണറി, അദ്ദേഹം ഒരു കപ്പൽ യാത്രയിൽ വെച്ച് അദ്ദേഹത്തെ കാണാതാവുന്നു. പിന്നീട് വരുന്ന 1916 ചാൾസ് മീഡ് എന്ന് പറയുന്നൊരു മിഷണറി വരുന്നത്. അപ്പോൾ 1916 ആകുന്ന സമയത്ത് നമ്മുടെ ഈ ഭാഗത്തേക്ക് മലയാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഭാഗത്തും മിഷൻ പ്രവർത്തനങ്ങൾ, CMS മിഷൻ എന്ന് പറയുന്നൊരു മിഷന്മാർ പ്രവർത്തനമായിരുന്നു, ചർച്ച് മിഷൻ സൊസൈറ്റി എന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ലോകത്തിലെ എല്ലാ മിഷൻ മൂവ്മെൻറ്റിനെ നിന്നും തികച്ചും വ്യത്യസ്തമായൊരു മിഷനുമായിട്ടാണ് ഈ ചർച്ച് മിഷൻ സൊസൈറ്റി എത്തിച്ചേരുന്നത്. കാര്യം ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ആണെങ്കിൽ പോലും അവരെല്ലാം അതായത് തിരുവിതാംകൂറിൽ ഒഴികെ ബാക്കി പ്രവർത്തിക്കും, ഇപ്പോൾ തിരുനെൽവേലി പ്രവർത്തിക്കുന്നതാണെങ്കിലും പഞ്ചാബിൽ പ്രവർത്തിക്കുന്ന ചർച്ച് മിഷന്മാരാണെങ്കിലും അവരുടെ എല്ലാം ദൗത്യം എന്ന് പറയുന്നത് എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യവുമായിട്ടാണ് അവർ വരുന്നത്. അവരുടെ മുൻപിൽ വരുന്ന ഏത് ജാതി മതക്കാരനാണെങ്കിലും അയാളോട് സുവിശേഷം പറയുക, അയാളെ ക്രിസ്ത്യാനിയാക്കുക. എന്നാൽ ഈ തിരുവിതാംകൂറിൽ എത്തിച്ചേർന്ന CMS മിഷന്മാരെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്ന് പറഞ്ഞാൽ അവർക്ക് മിഷൻ ഫോർ ഹെൽപ്പ് എന്നുള്ളൊരു മിഷനായിരുന്നു. അപ്പോൾ അവരോട് കർശനമായി പറഞ്ഞിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എല്ലാവരോടും സുവിശേഷമൊന്നും പറയരുത്, നിങ്ങൾ നിലവിൽ കേരളത്തിൽ ക്രിസ്ത്യാനി ആയിരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, അവരോട് മാത്രമേ സുവിശേഷം പറയാവുള്ളൂ എന്നുള്ളൊരു ദൗത്യമാണ് ഇവരെ ഏൽപ്പിച്ചിരുന്നത്. അപ്പം എന്നാൽ അത് പിന്നീട് ആ സമയത്ത് തന്നെയാണെങ്കിലും അവർ പലപ്പോഴും പല ജാതി വിഭാഗങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് 1950 ശേഷം വളരെ ശക്തമായ രീതിയിൽ 36 ഇവർ ഇങ്ങനെ ഒരു ദൗത്യം മാറ്റുകയും 1936 മാവേലിക്കരയിൽ വെച്ച് ഈ ഒരു ദൗത്യം മാറ്റുകയും അതിനുശേഷം എല്ലാവിധ ജാതി വിഭാഗങ്ങൾക്കിടയിലേക്ക് ഈ ഒരു പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യുകയാണ്. എന്തായാലും ഈ മലയാള നാട്ടിൽ മലയാളികളായിട്ടിരിക്കുന്ന ആളുകൾ താമസിക്കുന്ന നാട്ടിൽ പ്രവർത്തിച്ച മിഷണറിമാർക്കായിരുന്നു ഈ ബൈബിൾ എന്ന് പറയുന്ന എൻ്റെ ഒരു ആവശ്യം, മലയാള പരിഭാഷ അതിൻ്റെ അടിസ്ഥാന ആവശ്യമായി വന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബെഞ്ചമിൻ ബെയ്ലി ആണ് ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. ഇവർ ആദ്യ സമയങ്ങളിൽ കുറച്ച് മിഷണറിമാരാണ് ഇവിടെ എത്തിച്ചേരുന്നത്. 6 മാസം കൊണ്ടൊക്കെയാണ് കപ്പലിൽ വരുന്നത്, നമ്മുടെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഈ ആലപ്പുഴയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ ഇവർ ആദ്യം പ്രവർത്തനം ആരംഭിക്കാൻ ശ്രമിച്ചത് ആലപ്പുഴയിലായിരുന്നു പ്രവർത്തനം തുടങ്ങുന്നത്. കാര്യം അന്നത്തെ ഒരു പ്രതീക്ഷ, ഈ 19th സെഞ്ച്വറിയിലെ തുടക്കത്തിൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ഏറ്റവും വലിയൊരു ടൗൺ ആയി മാറുന്നത് ആലപ്പുഴയായിരിക്കും എന്നുള്ളതായിരുന്നു. ഒരു ആളുകളെല്ലാം അല്ലെങ്കിൽ അന്നത്തെ ഒരു ഭരണകൂടം വിചാരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രദേശം വികസിക്കപ്പെടും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വികസനം നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആലപ്പുഴയായിരുന്നു. അപ്പോൾ ആ ഒരു കാരണത്താൽ ആലപ്പുഴയിലാണ് ഇവർ ആദ്യമായിട്ട് മിഷൻ സ്റ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തോമസ് നോട്ടൻ തുടങ്ങുന്നു. പിന്നീട് 2-3 മിഷണറിമാർ വരുന്നു. ബെഞ്ചമിൻ ബെയ്ലിയും ഒരു ഡോസൻ എന്ന് പറയുന്നൊരു മിഷണറി വരുന്നു, ഹെൻറി ബേക്കർ വരുന്നു, ജോസഫ് വെന്ന് വരുന്നു, അങ്ങനെ കുറേ അധികം മിഷണറിമാർ വരികയാണ്. അപ്പോൾ വീണ്ടും ഇവരെ ഡിവൈഡ് ചെയ്ത് വിടുകയാണ്. ഒരാൾ ആലപ്പുഴ പ്രവർത്തിക്കുന്നു, ഒരാൾ കോട്ടയത്തേക്ക് വരുന്നു, ഒരാൾ കൊച്ചിയിലേക്ക് വരുന്നു. ഡോസൻ മിഷണറിയൊക്കെ കൊച്ചിയിലേക്ക് വരുന്ന മിഷണറിമാരാണ്. അപ്പോൾ ഇവരെ ഇങ്ങനെ ഓരോ ഏരിയ തിരിച്ച് കൊടുക്കുകയും അതോടൊപ്പം തന്നെ ഇവർക്ക് ഓരോരോ ദൗത്യങ്ങളും കൊടുക്കുക. വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളവരെ ഏൽപ്പിക്കുന്നു. മറ്റ് ചില സുവിശേഷ പ്രവർത്തനങ്ങൾക്കും പുതിയ മിഷണറിമാരെ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വേറൊരു മിഷണറി ഏൽപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ഏൽപ്പിച്ച് വന്നതിൻ്റെ ഭാഗമായിട്ട് ബൈബിൾ അതുപോലെ അച്ചടി തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മലയാളത്തിൽ ചെയ്യേണ്ടതിൻ്റെ ദൗത്യം വന്നു ചേർന്ന് ബെഞ്ചമിൻ ബെയ്ലിക്ക്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയും, അതായത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ഇവിടെ വന്നിട്ടാണ്, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള വ്യക്തി, ഇതുമായി ബന്ധമില്ലാത്ത ഒരാളാണ്. ഈ മിഷൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി എങ്ങനെ ടെക്നോളജി ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച്, പ്രസ് എന്ന് പറയുന്ന ടെക്നോളജി എന്താണ്, എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പുസ്തകങ്ങൾ വായിക്കുക, എൻസൈക്ലോപീഡിയ ഒക്കെ വായിച്ചിട്ടൊക്കെയാണ് അദ്ദേഹം ഈ പ്രസ് എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കുന്നത്. അതിനിടയ്ക്ക് ഒരു അച്ചുകൂടം അയക്കുന്നുണ്ട് നമ്മുടെ നാട്ടിലേക്ക്, പക്ഷേ അത് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹം തീരുമാനിക്കുകയാണ്, അദ്ദേഹം ഇത് വളരെ കൃത്യമായ ഗഹനമായ അന്വേഷണവും ഈ അന്ന് ലഭ്യമായ പുസ്തകങ്ങളെല്ലാം വരുത്തിച്ച് അദ്ദേഹം ഇതിനെ വായിക്കുകയും എങ്ങനെ ഒരു അച്ചുകൂടം നിർമ്മിക്കാം എന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കി അദ്ദേഹം ആശാരിമാരെയും മൂശാരിമാരെയും കൊല്ലനം തട്ടാനെയും എല്ലാം വിളിച്ചു. അദ്ദേഹം ഇതിൻ്റെ അച്ചും കാര്യങ്ങളും എല്ലാം കൂടെ വെച്ചു. അങ്ങനെ ഒരു വലിയൊരു ത്യാഗം സഹിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു പ്രസ് എന്ന് പറഞ്ഞൊരു രീതിയിലേക്ക് വന്നത്. ഇന്നും നമുക്ക് കോട്ടയത്ത് CMS പ്രസ്സിൽ പോയാൽ അത് കാണാൻ സാധിക്കുന്നതാണ്, ഈ ബെയ്ലിയുടെ പ്രസ് അച്ചുകൂടം. അപ്പം എന്തായാലും ഇവരുടെ ഒരു പ്രധാന കാര്യം ബൈബിൾ പരിഭാഷപ്പെടുത്തുക എന്നുള്ളതാണ് അടിസ്ഥാന ദൗത്യമായി തീരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബൈബിൾ ആരാണ് പരിഭാഷപ്പെടുത്തുന്നത് എന്നുള്ളതായി പിന്നെ അടുത്ത പ്രധാന ചോദ്യമായി വരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഉണ്ടായിരുന്ന ഏറ്റവും വിദ്യ അല്ലെങ്കിൽ എഴുത്തും വായനയും അറിയാതിരുന്ന ആളുകളെ വിളിക്കുന്നു. അത് സ്വാഭാവികമായിട്ടും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾ തന്നെയായിരുന്നു. ചാത്തുമേനോനെ പോലുള്ള ആളുകളും പല നമ്പൂതിരിമാരും അല്ലെങ്കിൽ അതുപോലത്തെ സവർണരായിട്ടുള്ള ആളുകൾക്കാണ് ബൈബിൾ അല്ലെങ്കിൽ ഈ ഒരു സാധനം ടെക്സ്റ്റ് വായിച്ച് പരിഭാഷപ്പെടുത്താനുള്ളൊരു ശേഷി ഉള്ളത്. പിന്നെ അതോടൊപ്പം തന്നെ തമിഴ് ബൈബിളും ഇതിനു വേണ്ടി കടമെടുക്കുകയാണ് നമ്മുടെ മലയാള പരിഭാഷയ്ക്ക് വേണ്ടി. അപ്പോൾ എന്തായാലും ഇതിൻ്റെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഇവർ കുറേയധികം വാക്കുകൾ നിർമ്മിക്കുകയും അതോടൊപ്പം ബൈബിളിനെ പരിഭാഷപ്പെടുത്തി അച്ചടിക്കുകയും ചെയ്യുകയാണ്. ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞു, ഈ ചെറുവൈതങ്ങൾക്ക് പോലുള്ള ചെറിയ കഥകൾ വരുന്നു, ട്രാക്റ്റുകൾ വരുന്നു, ഓരോരോ ചെറിയ ചെറിയ സുവിശേഷത്തിൻ്റെ ഭാഗങ്ങളൊക്കെ അച്ചടിക്കുന്നു.
എന്തായാലും പുതിയ നിയമമൊക്കെ ഏകദേശം 21 ആകുന്നതോടുകൂടി ഒരു പരിധിയോളം 1821 ആകുന്ന ഒരു സമയത്തോടു കൂടിയൊക്കെ തന്നെ അത്യാവശ്യം ബൈബിൾ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ഒരു രൂപത്തിലേക്ക് ഈ ഇദ്ദേഹം അച്ചടിച്ച് എത്തിക്കുകയുണ്ട്. പിന്നീട് ഇദ്ദേഹം തന്നെയാണ് മലയാളത്തിൽ ആദ്യമായിട്ടൊരു ഡിക്ഷണറിയും എഴുതുന്നതും കൂടെ നമ്മൾ തിരിച്ചറിയണം. മലയാള പദങ്ങൾക്ക് ആദ്യമായി അതിൻ്റെ ഒരു ഡിക്ഷണറി തയ്യാറാക്കുന്നതും ബെയ്ലിയാണ്. പക്ഷേ കൂടുതൽ ആളുകളും ഗുണ്ടർട്ടാണെന്നാണ് പറഞ്ഞത്. അത് വളരെ തെറ്റായ കാര്യമാണ്. ബെയ്ലിയുടെ ഗുണ്ടർട്ട് വരുന്നത് 1839 ഗുണ്ടർട്ട് അഞ്ചരക്കണ്ടിയിലേക്ക് വരുന്നത്, ഈ കണ്ണൂരിലേക്ക് വരുന്നത് പോലും 39. അന്നേരം ബെയ്ലി ഈ വക കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതായത് വളരെ കൃത്യമായൊരു ബേസ്മെൻറ്റ് വളരെ കൃത്യമായി ബെയ്ലി ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. പക്ഷേ എന്നാൽ നമ്മുടെ ചരിത്രകാരന്മാരൊന്നും ബെയ്ലിയെ തമസ്കരിക്കുകയും ഗുണ്ടർട്ടിനെയാണ് പലപ്പോഴും പൊക്കിക്കൊണ്ട് വരികയും ചെയ്യുന്നത്. അപ്പം എന്തായാലും ബെയ്ലി ഇങ്ങനൊരു കാര്യങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ചെയ്യുകയും ഈ ഒരു പുസ്തകം വരുന്നു, ഒരു പുതിയ വാക്കുകൾ വരുന്നു, ഡിക്ഷണറി വരുന്നു. അപ്പം ഈ ഒരു ഭാഗമായിട്ട് ഈ ഒരു പരിഭാഷയിലൂടെ ഇനിയാണ് നമ്മൾ സാമൂഹ്യ മാറ്റം എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പം ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബൈബിൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയതിലൂടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ വിഭാഗം ആളുകളും പരിഷ്കരിക്കപ്പെടുകയായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. ഈ ഒരു ഹിസ്റ്ററിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിൽ ആദ്യമായി പരിഷ്കരിക്കപ്പെട്ടത് സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകളായിരുന്നു ഒന്നാമത് പരിഷ്കരിക്കപ്പെട്ടത്. 1800 കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് വലിയ നൂറ്റാണ്ടുകളുടെ ചരിത്രം പറയാനുണ്ടെങ്കിലും കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിക്ക് വളരെ കൃത്യമായ ഒരു പുസ്തകം മുൻപോട്ട് വെക്കാനില്ല. ചരിത്രത്തിന് കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങളോ അല്ലെങ്കിൽ ബൈബിൾ ഒന്നും തന്നെ നമുക്കില്ല, നമുക്കറിയാം. അതിനുശേഷമാണ് പിന്നീടാണ് റംബാൻ ബൈബിൾ പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ ഒരു 17th സെഞ്ചുറിയുടെ അല്ലെങ്കിൽ 18th സെഞ്ചുറിയുടെയൊക്കെ അവസാനങ്ങളിലൊക്കെയാണ് വരുന്നത്. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാർ വരുന്നതിന് മുൻപ് പറയാൻ ശേഷിയുള്ള ഒരു തെളിവ് നമ്മുടെ മുൻപിലില്ല. എന്നാൽ വളരെ കൃത്യമായ ഒരു കച്ചവട ഗ്രൂപ്പായി വളരെ കാര്യമായ രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഒരു ജാതിയായി തന്നെ ഇവിടെ നിലനിന്നിരുന്നതിനെക്കുറിച്ച് നിരവധി തെളിവുകളുണ്ട്. പല ചെപ്പേടുകളിലും ഗ്രന്ഥവരികളിലുമൊക്കെ തെളിവുകളുണ്ടെങ്കിലും ക്രിസ്തുവുമായി ബന്ധപ്പെട്ട ഒരു തെളിവ് പോലും നമ്മുടെ മുൻപിൽ ഇല്ല. മിഷണറിമാർക്ക് മുൻപ് ക്രിസ്തു മതവുമായി ബന്ധപ്പെട്ട് ക്രിസ്ത്യൻ ആചാര അനുഷ്ഠാനങ്ങളിൽ ജീവിച്ചിരുന്നതിനെ തെളിയിക്കാൻ സാധിക്കുന്ന തെളിവുകൾ നമുക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒന്ന്. അല്ലെങ്കിൽ നമ്മൾ പാട്ടുകളുടെ ചരിത്രം പരിശോധിക്കാം. കേരളത്തിലെ ക്രിസ്തീയ ഗാനങ്ങളുടെ ഒരു ഹിസ്റ്ററി നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ആദ്യത്തെ ക്രിസ്തീയ പാട്ട് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും മിഷണറിമാരിലേക്കാണ് വന്ന് എത്തിച്ചേരുന്നത്. കാര്യം മിഷണറിമാരാണ് ഈ ഒരു പാട്ട് തുടങ്ങുന്നത്. അതിനു മുമ്പ് മറ്റ് പല പാട്ടുകളുണ്ട്. ഇപ്പോൾ കല്യാണപ്പാട്ട്, മൂപ്പന, അല്ലെങ്കിൽ അത് എന്തൊക്കെയാണോ പെർഫോമൻസുമൊക്കെ ബന്ധപ്പെട്ട് ക്രൈസ്തവർ കുറേയധികം പാട്ടുകളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എന്നാൽ കൃത്യമായി ക്രിസ്തുവിനെ സ്തുതിക്കുന്ന അല്ലെങ്കിൽ ബൈബിളിലെ വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ടുകൾ വരുന്നത് 19ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. അപ്പോൾ അത്തരം ഒരു പ്രതിസന്ധി നമ്മുടെ മുൻപിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണത്താലാണ് ഈ ഒരു വിഭാഗം ആളുകൾ ആദ്യം തന്നെ പരിഷ്കരണത്തിന് വിധേയമാകുന്നു. ബൈബിൾ എന്താണെന്ന് തിരിച്ചറിയുകയും ക്രിസ്തു എന്താണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കോൺടെക്സ്റ്റിലാണ് നമ്മളിപ്പോൾ എബ്രഹാം മൽപ്പാനെ പോലുള്ള ആളുകളൊക്കെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെയാണ് വളരെ കൃത്യമായി മലയാള ഭാഷയിൽ ആരാധന തുടങ്ങണമെന്നൊക്കെ പറയുകയും വലിയ വിപ്ലവം ക്രൈസ്തവ സഭയ്ക്കുള്ളിലാണ് ആദ്യ ബൈബിൾ പരിഭാഷയിലൂടെ ഒരു വിപ്ലവം സംഭവിക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ അങ്ങനെ പാടില്ല, മലയാളത്തിൽ ഈ വക കാര്യങ്ങൾ വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളും അങ്ങനെയല്ല, മലയാളത്തിൽ ഇതെല്ലാം വരണം, മലയാളത്തിലാണ് നമ്മൾ ആരാധിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത് എന്ന് വാദിക്കുന്ന മറ്റൊരു വിഭാഗം ക്രിസ്ത്യാനികളും ഉണ്ടായിരുന്നു. എന്തു തന്നെയായാലും മലയാളത്തിൽ ഇത് ചെയ്യണം എന്ന് പറയുന്ന ആളുകളുടെ ഒരു ഭാഗം തന്നെയാണ് വിജയിക്കുന്നത്. അതായത് കാര്യം കൂടുതൽ ആളുകൾക്കിടയിലേക്ക് ക്രിസ്തുവിനെ അറിയാനുള്ളൊരു സാഹചര്യം ഈ ഒരു കാരണത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നാമത് പരിഷ്കരിക്കപ്പെടുന്ന ഒരു വിഭാഗമായി നമുക്ക് ഈ ഒരു വിഭാഗത്തെ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത് നമ്മൾ കാണുന്ന ഒരു വളരെ വേഗത്തിൽ പോകുന്നത് നമ്മൾ നോക്കുമ്പം ഇനി ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾ, നേരത്തെ പറഞ്ഞല്ലോ ജാതിയിൽ അധിഷ്ഠിതമായിരുന്നൊരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റിയുടെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത, ഒരു വസ്തുവിന് അതിൻ്റെ ജാതി അനുസരിച്ചാണ് അതിനെ ആ പദം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെല്ലാം കഴിക്കുന്ന ചോറ് എന്ന് പറയുന്ന കാര്യം, ചോറെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ആ ചോറിനെ നമുക്കൊരിക്കലും ഒരു പുലയനായിട്ടുള്ളൊരു വ്യക്തി ഈഴവനോട് പറയുമ്പോൾ അല്ലെങ്കിൽ പുലയനായിട്ടുള്ള വ്യക്തി നായരുടെ മുമ്പിൽ നിന്ന് ഒരിക്കലും ചോറ് എന്ന് പറയാൻ അയാൾക്ക് അവകാശമില്ല. അയാൾ അതിന് കരിക്കാടി എന്ന് വേണം പറയാൻ. ഇതേ നായർ നമ്പൂതിരിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ചോറിനെ കുറിച്ച് പറയാൻ നായർക്കും അവകാശമില്ല. നായരും അവിടെ തന്നെ കരിക്കാടി എന്നുള്ള വാക്ക് പറയണമെന്ന്. ഇപ്പോൾ വില്യം ലോഗനൊക്കെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഈ ജാതി നിയമങ്ങൾ പോലെ തന്നെ ഓരോ വാക്കുകൾക്കും ഈ ഒരു ജാതി പാലിക്കപ്പെട്ടിരുന്നു. അതായത് കുട്ടികളെ പൈതങ്ങളെന്നോ അല്ലെങ്കിൽ കുട്ടികളെന്നോ വിളിക്കാൻ അവകാശമില്ല, കടാങ്ങളെന്നോ കടാവെന്നോ ഒക്കെ വിളിക്കണം. അതുപോലെ എല്ലാ പദങ്ങൾക്കും ഓരോരോ വസ്തുക്കൾക്കും ജാതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഓരോ പദങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നിരുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരിക്കലും ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു. അടിയാൻ എന്നുള്ള വാക്ക് മാത്രമേ ഉപയോഗിക്കാൻ, ഞാൻ പോലും, അതായത് ഞാൻ എന്ന് പറയാൻ പോലും അവകാശമില്ലായിരുന്ന ഒരു സൊസൈറ്റിയാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സൊസൈറ്റിയുടെ ഇടയിലേക്കാണ് ബൈബിൾ എന്ന് പറയുന്ന ഒരു പുസ്തകം പരിഭാഷപ്പെടുത്തുകയും മിഷണറിമാരുടെ പാട്ടുകളും അവരുടെ കവലപ്രസംഗങ്ങളും ഒക്കെ വഴി പുതിയ വാക്കുകൾ ലോകത്തിലെ മനുഷ്യന്മാർക്കിടയിലേക്ക് എത്തിച്ചേരുകയാണ്, പ്രത്യേകിച്ച് ലോവർ കാസ്റ്റിൽപ്പെട്ട ആളുകൾക്കിടയിലേക്ക്.
അപ്പോൾ അവർ ഞാനെന്ന് പറയാൻ ഈ ഒരു ജാതിയുടെ കോൺടെക്സ്റ്റിൽ ഞാനെന്ന് പറയാൻ അവകാശമില്ലാത്ത ആളുകൾ ആദ്യമേ ഞാനെന്ന് പറയുന്നത് പലപ്പോഴും പള്ളി വരുന്ന സമയങ്ങളിലായിരിക്കും, അല്ലെങ്കിൽ മിഷണറിമാർ നടത്തുന്ന മീറ്റിങ്ങിലായിരിക്കും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കോശി എന്ന് പറഞ്ഞൊരു മിഷണറിയാന്ന് തോന്നുന്നു എഴുതുന്നത്, തദ്ദേശീയനായിട്ടുള്ള CMS ഒരു മിഷണറിയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലേക്ക് ഗ്രാമങ്ങളിലൊക്കെ പോയി അദ്ദേഹം പ്രവർത്തനം നടത്തും. ഒരു അടിമക്കൂട്ടങ്ങളെയൊക്കെ വിളിച്ച് അദ്ദേഹം പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ലോർഡ്സ് പ്രയർ ആയിരുന്നു കൂടുതൽ പഠിപ്പിച്ചത്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് ആണ് ഏറ്റവും കൂടുതൽ 10 കൽപ്പനയും ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് അവർ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൽ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ്, അതായത് അദ്ദേഹം ഒരു 10-20ഓളം അടിമകളുടെ മുമ്പിൽ നിന്ന് സുവിശേഷം പറയുകയും അവരെ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇത് പഠിപ്പിക്കുന്ന നിമിഷത്തിൽ വളരെ ശക്തമായ ഉറക്കെ ഒരാൾ നിന്ന് കരയുന്ന സൗണ്ട് കേൾക്കുകയാണ്. അപ്പോൾ അങ്ങനെ മിഷണറി നോക്കുമ്പം ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു അടിമ നിന്ന് ഭയങ്കരമായിട്ട് കരയുകയാണ്. അപ്പോൾ മിഷണറി ചോദിക്കുക, എന്നാ നിങ്ങൾ കരയെന്ന് ചോദിക്കുമ്പോൾ ഉടനെ പുള്ളി പറയുന്നത്, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എൻ്റെ പിതാവേ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന വാക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം കരയുകയാണ്. അപ്പം അതാണ് അതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു വാക്ക് പോലും, അതായത് എൻ്റെ പിതാവേ എന്ന് പോലും ഉച്ചരിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു സൊസൈറ്റിയുടെ ഇടയിലാണ് സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയുടെ ഒരു കണ്ടന്റ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഒരു സൊസൈറ്റിയിലാണ് ഈ ഒരു പ്രാർത്ഥനകൾ ഇടപെടുന്നത്, അല്ലെങ്കിൽ ഇവരുടെ പുതിയ പദാവലികളും കാര്യങ്ങളുമൊക്കെ ഇടപെടുന്നത് ഇത്തരം ഒരു കോണ്ടെക്സ്റ്റിലാണ്. ജാതിയുടെ അടിസ്ഥാനത്തിൽ പദങ്ങൾ പോലും ഉപയോഗിക്കാൻ അവകാശമില്ലാതിരുന്ന ഒരു വിഭാഗമാണ്. അത് ഒരു വിഭാഗം എന്നല്ല, എല്ലാ വിഭാഗവും. ഞാൻ പറഞ്ഞല്ലോ, നായർക്ക് നമ്പൂതിരിയുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ഈ പദം ഉപയോഗിക്കാൻ പറ്റത്തില്ല, പുലയന് നായരുടെ മുമ്പിൽ ചെല്ലുമ്പോഴും ഈ പദം ഉപയോഗിക്കാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സൊസൈറ്റിയാണ്. ആ സൊസൈറ്റിയിലാണ് ഇത്തരത്തിലുള്ള പദാവലികൾ എത്തിപ്പെടുന്നത്. അപ്പോൾ ഇതിനെയാണ് മനുഷ്യൻ സ്വീകരിക്കുകയും ഇതിലൂടെയാണ് പലപ്പോഴും പരിഷ്കരിക്കപ്പെടുകയും മനുഷ്യൻ ഒരു വലിയൊരു മാറ്റത്തിന് വിധേയമായിത്തീരുന്നത്. ഇത് നമുക്ക് ഒരു പരിധിയോളം വിസിബിളായിട്ടുള്ള കാര്യമല്ല, എന്നാൽ ഇതിനെക്കുറിച്ച് നിരവധി തെളിവുകൾ നമ്മുടെ മുൻപിൽ തന്നെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട പേരുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് പേരുകൾ തന്നെ നമ്മൾ നോക്കുക. ഇപ്പോൾ പേരുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും കൃഷ്ണൻ എന്നുള്ള പേരൊന്നും ഒരിക്കലും ഒരു ലോവർ കാസ്റ്റിൽപ്പെട്ട ആൾക്ക് ഇടാൻ പറ്റത്തില്ല, അയ്യപ്പൻ എന്നുള്ള പേരിടാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഓരോ പേരുകൾക്കും അതിൻ്റേതായ ജാതി അടിസ്ഥാനത്തിലാണ് പേരുകൾ വരുന്നത്. പിന്നീട് ഇപ്പോൾ സി കേശവൻ്റെയൊക്കെ ബയോഗ്രഫിയൊക്കെ പരിശോധിച്ചാൽ ഈഴവർ നേരിട്ടിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവർ കുട്ടികളെ ചേർക്കുന്ന സമയത്ത് പെൺകുട്ടികളെ ചേർക്കുമ്പോൾ അമ്മ അവസാനം വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു അവർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം. നായന്മാരായിട്ടുള്ള അധ്യാപകർ സമ്മതിക്കത്തില്ല ഈഴവരായിട്ടുള്ള ആളുകളെ അവസാന വാക്കിൽ അമ്മ എന്ന് പറയുന്നത് ഉച്ചരിക്കാനോ അല്ലെങ്കിൽ ഉപയോഗിക്കാനോ പാടില്ല എന്ന് പറയുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ആ ഒരു സൊസൈറ്റിയിലാണ് ഇത്തരത്തിലുള്ള പദങ്ങളും വാക്കുകളും ഒക്കെ വന്നു ചേരുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഞാൻ എന്നുള്ള കാര്യം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതും, അല്ലെങ്കിൽ ഒരു ബൈബിൾ വായിക്കുന്നോ അല്ലെങ്കിൽ ഒരു ബൈബിൾ പ്രസംഗം നടത്തുമ്പോൾ നിങ്ങളും നമ്മളും ഞങ്ങളും എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ മാത്രമാണ്. അല്ലാതെ വേറെ ഒരു മതവും ഇത്തരം ഒരു സാധനം മുൻപോട്ട് വെച്ചായിട്ട് നമ്മൾ കാണുന്നില്ല. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പറയുമെങ്കിൽ ഇവർക്ക് ഒരിക്കലും ടെക്നോളജി ഉണ്ടെങ്കിൽ പോലും നമുക്കറിയാം, ഇത്തരം ടെക്നോളജിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ പോലും ഇവിടെയുള്ള എത്ര മതങ്ങൾക്ക് അവരുടെ ഗ്രന്ഥങ്ങൾ പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. സ്വതന്ത്രമായി ഏതൊരു മനുഷ്യനും മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ ധൈര്യത്തോടെ പരിഭാഷപ്പെടുത്താൻ. ഇപ്പോൾ നമ്മൾ പല ഡിസ്കഷനിലൊക്കെ നമ്മൾ കാണുന്നതാണ്, അവരോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പരിഭാഷയല്ല വായിച്ചെന്നാണ് ചോദിക്കുന്നത്. പരിഭാഷയിലൂടെ തെറ്റാണ് എന്നുള്ളൊരു കാര്യമാണ്. പരിഭാഷ അല്ലെങ്കിൽ ഒറിജിനൽ വായിക്കണമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ബൈബിളിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമില്ല. ബൈബിൾ ഇംഗ്ലീഷിൽ വന്നാലും ഹിന്ദിയിൽ വന്നാലും തമിഴിൽ വന്നാലും ബംഗാളി വന്നാലും ഏത് ഭാഷയിൽ വന്നാലും അതിൻ്റെ ഒരു ആശയവും കാര്യങ്ങളും മാറുന്നില്ല. അല്ലെങ്കിൽ അതിനെ ധൈര്യത്തോടുകൂടി പരിഭാഷപ്പെടുത്താൻ സാധിച്ചിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. ഇതര മതങ്ങളിൽ നിന്നും അല്ലെങ്കിൽ കൊളോണിയലിസത്തിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ മറ്റു മതപുസ്തകങ്ങളിൽ നിന്നും ബൈബിളിനെ വേറിട്ട് നിർത്തുന്ന ഒരു തലം ഇതാണ്. ഇതിൻ്റെ അകത്തൊരു മനുഷ്യൻ എന്നുള്ളൊരു പരിഗണന എന്ന് വെച്ചാൽ പരിപൂർണമായി അങ്ങനെ ഒരു അർത്ഥമൊന്നും പറയുന്നുമില്ല. അതേസമയം മനുഷ്യൻ എന്നുള്ളൊരു കാര്യം ഇതിലേക്ക് ഉപയോഗിക്കപ്പെടുന്നത് ഇത്തരം ഒരു നിമിഷങ്ങളിലാണ്. അപ്പം ഇതാണ് ഏറ്റവും വലിയ മാറ്റമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ബൈബിളിനെ സംബന്ധിച്ച്. അപ്പോൾ തിരിച്ച് ഇതുപോലെ തന്നെ മനുഷ്യരിൽ വലിയ മാറ്റങ്ങൾ, ഈ പാപബോധവും വിശ്വാസത്തെക്കുറിച്ചും അങ്ങനെ പല തലങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. ഇത് ഈ ഒരു മനസ്സിലാക്കൽ ഒരു പരിധിയോളം അവർ മിഷണറിമാരെയും കവച്ചു വെക്കുന്ന ചില വ്യക്തികളെയും വ്യക്തിത്വങ്ങളെയും നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൽ നിന്ന്. ഇപ്പോൾ ഒരു ചെറിയൊരു ഉദാഹരണോടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഇപ്പം കോട്ടയത്ത് കുമരകം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ കുമരകത്ത് ഒരു തമ്പി എന്ന് പറയുന്ന ഒരു പുലയ മൂപ്പൻ, അദ്ദേഹം ഒരു മൂപ്പനാണ്. അദ്ദേഹവും ആളുകളും എല്ലാം കൂടെ മിഷണറി പ്രസ്ഥാനത്തിലെ ആളുകൾ വ്യാപകമായി അവിടെ പ്രസംഗിക്കാനൊക്കെ, പ്രത്യേകിച്ച് CMS കോളേജിലെ വിദ്യാർത്ഥികളൊക്കെയാണ് അതിന് സമീപ സ്ഥലങ്ങളിൽ അവർ സുവിശേഷ പ്രവർത്തനമായിട്ട് പോവുക പതിവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് CMS കോളേജിലെ പ്രിൻസിപ്പളായിട്ടുള്ള കോളിൻസ്, അദ്ദേഹത്തിൻ്റെ ഒരു റൈറ്റിങ്സിലാണ് ഇത് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുട്ടികളുമൊക്കെ ഈ കുമരകത്തും ചെങ്ങളം അങ്ങനെ ആ വരുന്ന ഭാഗങ്ങളിലെല്ലാം പോയി സുവിശേഷ പ്രവർത്തനം നടത്തും. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ തമ്പി മൂപ്പൻ ക്രിസ്ത്യാനിയാകാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ വന്നപ്പോൾ മിഷണറി അദ്ദേഹത്തോട് പറഞ്ഞു,
ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം, നിങ്ങൾക്ക് 2 ഭാര്യമാരുണ്ട്. തമ്പി മൂപ്പൻ 2 കെട്ടിയത്, ചിലതിനകത്ത് 3 കെട്ടിയെന്ന് പറയുന്നുള്ളൂ, ചിലതിൽ 2 വിവാഹം കഴിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും കൂടുതൽ പറയുന്നത് 2 വിവാഹം കഴിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ തമ്പി മൂപ്പൻ 2 പേരെ വിവാഹം കഴിച്ചു. അതുകൊണ്ട് 2 പേരുമായിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ക്രിസ്ത്യാനിയാകാൻ സ്നാനപ്പെടാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു ഭാര്യയെ ഉപേക്ഷിക്കണമെന്ന് പറയും. എന്നിട്ട് മിഷണറി പറയുന്ന ഒരു കാര്യം, നിങ്ങളൊരു കാര്യം ചെയ്യണം. അപ്പം നിങ്ങൾക്ക് 2 ഭാര്യമാരുണ്ട്, അതിൽ ഒരാൾ ഇച്ചിരി പ്രായം കൂടിയതാണ്, അവർ രോഗിണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അവരെ അങ്ങ് ഉപേക്ഷിക്കുക. അതിനുശേഷം ആരോഗ്യമൊക്കെ ഉള്ള അല്പം സൗന്ദര്യമുള്ള ആ ലേഡിയെ നിങ്ങളങ്ങ് സ്വീകരിക്കാൻ മിഷണറി ഈ തമ്പി മൂപ്പനോട് പറയുകയാണ്. അപ്പോൾ ഇത്തരം പഠിപ്പിക്കലുകളെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ ബൈബിളുമായി പാപബോധത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു. അപ്പം തമ്പി മൂപ്പൻ മിഷണറിയോട് ദേഷ്യപ്പെടുകയാണ്. തമ്പി മൂപ്പൻ പറയുന്നത്, അത് ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ സ്വീകരിക്കുകയാണെങ്കിൽ വെറുതെ ആയിട്ടുള്ള രോഗിണിയായിട്ടുള്ള ആരും തിരഞ്ഞെടുക്കാൻ സാധ്യത ഇല്ലാത്തവളെ മാത്രമേ ഞാൻ സ്വീകരിക്കുകയുള്ളൂ. ഇവളെ സംബന്ധിച്ചാണെങ്കിൽ ഇവൾക്ക് അല്പം സൗന്ദര്യമുണ്ട്, ഇവളെ വേറൊരാൾ സ്വീകരിക്കും, ഇവൾക്ക് ഒരു സാധ്യത മുൻപിലുണ്ടെന്നും മറ്റവൾക്ക് അങ്ങനെ ഒരു സാധ്യത ഇല്ലെന്നും, അതുകൊണ്ട് ഞാൻ ഇവളെയാണ് വിവാഹം കഴിക്കുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് എന്നൊരു വാക്ക് പറയാം. അപ്പോൾ നമ്മുടെ ഒരു പ്രധാന ചോദ്യം, അവിടെ മനുഷ്യത്വത്തെക്കുറിച്ച് സംസാരിച്ചത് ആരാണ് എന്നുള്ളതാണ്. മിഷണറിയാണോ ഈ തമ്പി മൂപ്പനാണോ ബൈബിളിനെ മനസ്സിലാക്കിയത്? ബൈബിളിനെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കിയപ്പോൾ മനുഷ്യത്വപരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് നമ്മൾ കാണുന്നത് ഇത്തരത്തിലുള്ളൊരു പാപബോധവും മാനസിക വിചാരവും മനുഷ്യത്വവും മനുഷ്യനെ സ്നേഹിക്കാനുമുള്ളൊരു ചിന്താമണ്ഡലം തുറന്നത് ഈ ബൈബിൾ പഠനത്തിലൂടെ മാത്രമാണ്. അപ്പം ഇതാണ് കേരളത്തിൻ്റെ വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്നത്. മനുഷ്യൻ്റെ പൊതുബോധത്തിലും മനുഷ്യനെ മനുഷ്യനായി പരിഗണിക്കുന്നതിനും ഒരു വലിയൊരു സാന്നിധ്യമായി അല്ലെങ്കിൽ ഒരു സ്വാധീനമായി മാറിയത് ഇതിൻ്റെ ഒരു പരിഭാഷയാണ്. അതുപോലെ ഉപയോഗിക്കാൻ സാധിക്കാതിരുന്ന വാക്കുകൾ ഉപയോഗിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയും പല കീർത്തനങ്ങൾ, ഇനി നമ്മൾ പാട്ടിനെക്കുറിച്ച് ഇതേ കോണ്ടക്സ്റ്റിൽ നമുക്ക് പാട്ടിനും വലിയൊരു ഹിസ്റ്ററി കിടപ്പുണ്ട്. കാര്യം നമുക്കറിയാം, സംസ്കൃത രാഗങ്ങൾ അല്ലെങ്കിൽ കർണാട്ടിക് രാഗത്തിലൊക്കെയാണ് ഇവിടുത്തെ പാട്ടുകളൊക്കെ. പാട്ട് പാടിയാൽ കൊല്ലുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ ശൂദ്രൻ ഇത് കേട്ട് കഴിഞ്ഞാൽ ചെവിയിൽ ഉരുക്കി ഒഴിക്കുന്നു പറയുന്ന സൂക്തങ്ങൾ പോലും ഉള്ളൊരു നാടാണ്. അപ്പോൾ ആ ഒരു നാട്ടിലാണ് ക്രിസ്തീയ ഗാനങ്ങൾ പോപ്പുലറായി വരുന്നത്. വഴിയിൽ നിന്ന് ലോവർ കാശിപ്പെട്ടവരും അപ്പർ കാശിപ്പെട്ടവരും എല്ലാ മനുഷ്യരും നിന്നുകൊണ്ട് പാട്ടുകൾ പാടുന്ന ഒരു സാഹചര്യവും ഉയർന്നു വരുന്ന ഈ ഒരു കോണ്ടക്സ്റ്റിലാണ്. അപ്പം ഇതാണ് വലിയൊരു വിപ്ലവകരമായ മാറ്റമുണ്ടായത്. മനുഷ്യ മനസ്സിലും അവരുടെ പ്രവർത്തനങ്ങളിലും വലിയൊരു മാറ്റമുണ്ടായത് ഈ ഒരു വാക്കും ഇത് നിർമ്മിച്ച പരിഭാഷയിലൂടെ നിർമ്മിച്ച ഒരു ആശയലോകവുമായിരുന്നു. അപ്പം ഇതാണ് കേരളം ആധുനികമായി തീരുന്നതിന് പ്രധാന കാരണമായി തീർന്നത്. അപ്പം ഈ ഒരു പരിഭാഷയിലൂടെയാണ് ക്രിസ്തുമതം ഉൾപ്പെടെയുള്ളത് ഒരു റിവൈവലിലേക്ക് എത്തിച്ചേരുന്നതും ഈ ഒരു ബൈബിളിൻ്റെ പരിഭാഷയിലൂടെയാണ്. ക്രിസ്തുമതവും എത്തിച്ചേർന്നു, അതോടൊപ്പം സൊസൈറ്റിയും മറ്റൊരു പരിവർത്തനത്തിലേക്ക് എത്തിച്ചേർന്ന ഈ ഒരു പരിഭാഷയിലൂടെയും ഒരുതരം സ്വാതന്ത്ര്യവും ഒരു ലിബറേഷനും നമുക്ക് സാധ്യമായത് ഈ ബൈബിളിൻ്റെ പരിഭാഷയിലൂടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.